നട്ടെല്ല് നിവർത്തിയിരിക്കുക, കണ്ണുകളടയ്ക്കുക, ചിന്മുദ്രയിലിരിക്കുക, 5 പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുക. കൈകൾ തൊഴുതു പിടിക്കുക. പഞ്ചപ്രണവം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഓം സണ്ടാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും പുറകോട്ടിട്ടുക. ശ്വാസം വിട്ടുകൊണ്ട് തല കുമ്പിട്ട് ഗുരുപ്രണാമം. അർപ്പണ്യദോഷോപഗതസ്വഭാവക പൃച്ഛാമിത്താം ധർമ്മസുമൂഢദേതക ശ്രേയസ്യാ നിശ്ചിതം രോഗിതന്മേ ശിഷ്യസ്തേ അഹം ശാതിമാം താം പ്രപന്നം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപ്രണാമം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും കൊട്ടി തിരുമ. 3 പ്രാവശ്യം തിരുമ. ആ ചൂട് മുഖത്ത് കൈകൾ കമഴ്ത്തി വെച്ചുകൊണ്ട് ചൂട് പകർന്നു നൽകുക. 3ാമത്തെ പ്രാവശ്യം ശിരസ്സും ശരീരവും തലോടിക്കൊണ്ട് തിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. റിലാക്സ്. സാധാരണ പോലെ ഇരിക്കുക. എല്ലാവർക്കും, എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് 4-ാം അധ്യായം ആണ് ആരംഭിക്കേണ്ടത്. ജ്ഞാനകർമ്മ സന്യാസ യോഗം. 3-ാം അധ്യായം വായിക്കാൻ എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കണു. ആരും 1-2 പേരൊഴിച്ച് ബാക്കി ആരും പോസ്റ്റ് ചെയ്ത് കണ്ടില്ല. വായിക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇപ്പോൾ 43 ശ്ലോകം നിങ്ങൾ ഓൺലൈനിൽ ചൊല്ലാൻ പോയി കഴിഞ്ഞാൽ അതിന് തന്നെ സമയം മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ക്ലാസ് നടക്കില്ല. അതുകൊണ്ട് ചൊല്ലി കേൾപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം നേരിട്ട്. അതായിരിക്കും നല്ലത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ അവർക്ക് മെസ്സേജ് കൊടുക്കുന്നതായിരിക്കും. നല്ല രീതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ചൊല്ലുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തിട്ട് അത് പുസ്തകം വെച്ച് സ്വയം കേൾക്കുക. അപ്പോൾ എവിടെയാ തെറ്റുന്നതെന്നുള്ളത്, അക്ഷരം എവിടെയാ പോയേ, ഇല്ല എവിടെയാ മുറിക്കേണ്ട അടുത്ത് മുറിച്ചോ മുറിച്ചില്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. സ്വയം കണ്ടുപിടിക്കണം അവരുടെ തെറ്റുകൾ. അതാണ് ഏറ്റവും നല്ല മാർഗം തിരുത്താൻ. പിന്നെ തെറ്റില്ലാതെ ചൊല്ലി കേൾക്കണം. അത് സ്വയം കേൾക്കുക. ഞാൻ ചൊല്ലിയിട്ടുള്ളതൊക്കെ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നിപ്പം 18 അധ്യായം ചൊല്ലിയത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ തെറ്റുകൾ തിരുത്താൻ സാധിക്കും.
4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് തന്നെ ജ്ഞാനകർമ്മ സന്യാസയോഗമാണ്. 2-ാമത്തെ അധ്യായത്തിലാണ് ഗീതോപദേശം തുടങ്ങിയത്. അതിൽ ജ്ഞാനവും കർമ്മവും മോക്ഷവും പറഞ്ഞു. എന്താണ് പരമമായ ജ്ഞാനത്തെ പറ്റി, അത് നേടണമെന്നുണ്ടെങ്കിൽ നശിക്കാത്ത ശ്രേയസ് ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതിന് യഥാർത്ഥത്തിലുള്ള കർമ്മയോഗം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. കർമ്മകാണ്ഡം തുറന്നു. അത് കർമ്മകാണ്ഡം ശരിക്ക് നമുക്ക് കർമ്മയോഗമായിട്ട് അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിയെ ഉറപ്പിക്കണം. സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞപ്പം എല്ലാം കൂടെ അർജുനന് തന്നെ കൺഫ്യൂഷനായി. അതുകൊണ്ട് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അത് മാത്രം പറഞ്ഞു തരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കർമ്മയോഗം പറഞ്ഞത്. കർമ്മയോഗം ഒന്ന് ഭൗതിക ബന്ധങ്ങളെ തീർക്കാതെ നമുക്ക് ഈശ്വരപ്രാപ്തിയിലേക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് കർമ്മബന്ധനങ്ങളെ തീർക്കാൻ തക്കവണ്ണം പുതിയതായിട്ട് കർമ്മബന്ധനങ്ങൾ ഉണ്ടാകാതിരിക്കുകയും വേണം. പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മബന്ധനങ്ങളെ പൂർണ്ണമായിട്ട് പ്രാരാബ്ധങ്ങളെ ഇല്ലാതെയാക്കണം. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തി അതനുഷ്ഠിക്കുന്നതാണ് യഥാർത്ഥ കർമ്മയോഗം. അത് പ്രവൃത്തി മാർഗത്തിലല്ല, നിവർത്തി മാർഗത്തിൽ വേണം കർമ്മയോഗം അനുഷ്ഠിക്കാൻ. അതിന് നിവർത്തി മാർഗത്തിൽ അനുഷ്ഠിക്കണമെങ്കിൽ ജ്ഞാനത്തോടു കൂടി കർമ്മം ചെയ്യണം, എന്നിട്ട് അതിനെ ഉപേക്ഷിക്കണം. അതാണ് ജ്ഞാനകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ. സന്യാസം എന്ന് പറയുമ്പോഴത്തേനും പേടിക്കൊന്നും വേണ്ട. ഒരു ആശ്രമത്തിൽ പോയി ചേരാനൊന്നുമല്ല ഉദ്ദേശിക്കണേ. വേഷം മാറിയിട്ട് പോയി ചേർന്നാലും നിങ്ങൾ അവിടെയും പ്രാരാബ്ധം ഉണ്ടാക്കും. അതുകൊണ്ട് വേഷം മാറിയാലോ ദീക്ഷ എടുത്താലോ ഒന്നും ആരും സന്യാസിയൊന്നും ആവില്ല. യഥാർത്ഥത്തിൽ ജ്ഞാനത്തോടു കൂടി കർമ്മം ചെയ്ത് അത് നിവർത്തി മാർഗത്തിൽ എത്തിച്ചാൽ മാത്രമേ സന്യാസമാകൂ. ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം എന്ന് പറയുന്നത്. അതിൻ്റെ രഹസ്യത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതായത് മുൻ അധ്യായത്തിൽ വിവരിച്ച കർമ്മയോഗത്തിന്റെ തത്വങ്ങൾ കൂടുതൽ വിശദീകരിക്കുകയും ജ്ഞാനത്തോടുകൂടി എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് പറയുകയും അവതാര തത്വം അതിന് ഉദാഹരണമായിട്ട് ഭഗവാൻ തന്നെയാണ് ഭഗവാനെ പ്രൊഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഈ ജ്ഞാനത്തോടുകൂടി കർമ്മം ചെയ്ത് കർമ്മബന്ധനമില്ലാതെ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയ ഭഗവാനെ തന്നെ ആണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അവതാര തത്വത്തിന് ഈ അധ്യായത്തിനും പ്രാധാന്യം എന്ന് പറയാൻ തന്നെ കാരണം. അതിൽ തന്നെ നമ്മുടെയൊക്കെ 4 തരത്തിലുള്ള ബന്ധനത്തിലുണ്ടാക്കുന്ന ചാതുർവർണ്ണ്യത്തെ പറ്റി പറയുന്നുണ്ട്. കർമ്മ അകർമ്മ രഹസ്യം എന്താണെന്ന് പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പ്രയോജനം എന്താണെന്ന് പറയുന്നുണ്ട്. മുതലായവ വിവരിക്കുകയാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ 5 ശ്ലോകങ്ങളൊന്ന് നോക്കാം. ശ്രീ ഭഗവാന് വാച ഇമം വ്യവസിതേ യോഗം പ്രോക്തവാനഘമവ്യയം വ്യവസാൻ മനവേ പ്രാഹ മനുരക്ഷാഗവേ അബ്രവീത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജസയോവിധും സ കാലേനേഘമഹതാ യോഗോ നഷ്ടപരന്തപ സ ഏവായം മയാതേദ്യ യോഗ പ്രോക്തപുരാതന ഭക്തോ അസിമേം സഖാ ചേതി രഹസ്യം ഹേതുദുത്തമ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വ്യവസ്ഥിത കഥമേതദ് വിജാനീയാം തോമാദോ പ്രോക്തവാനതി. ശ്രീ ഭഗവാൻ വാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവജാർജുന താന്യകം വേദസർവാണി നത്വം വേത്ത പരന്തപ. ഇവിടെ ഭഗവാൻ പറഞ്ഞു ഇമം വ്യവസ്ഥിതേ യോഗം പ്രോക്തവാനഘമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരക്ഷാഗവേ അബ്രവീത്. ഭഗവാൻ പറഞ്ഞു അവ്യയം ഇമം യോഗം, നാശമില്ലാത്തതായിരിക്കുന്ന ഈ യോഗത്തെ അഹം വിവസ്വത പ്രോക്താൻ, ഞാൻ സൂര്യനായിക്കൊണ്ട് ഉപദേശിച്ചു. വിവസാൻ എന്ന് പറയുന്നത് സൂര്യനെയാണ്. സൂര്യന്റെ പര്യായ പദമാണ്, മറ്റൊരു പേരാണ് വിവസ്വാൻ. അഹം വിവസതേ പ്രോക്താൻ, ഞാൻ സൂര്യനായിക്കൊണ്ട് ഉപദേശിച്ചു. വിവസാൻ മനവേ പ്രാഹ, സൂര്യന്റെ പുത്രനായിരിക്കുന്ന മനുവിന് ഉപദേശിച്ചു. സൂര്യൻ മനുവിന് ഉപദേശിച്ചു.
മനു ഇക്ഷാകവേ അബ്രവീത്. മനു ഇക്ഷാകുവിനും ഉപദേശിച്ചു. നാശരഹിതമായിരിക്കുന്ന ഈ യോഗം ആദ്യം ഞാൻ സൂര്യന് ഉപദേശിച്ചു, സൂര്യൻ സ്വപുത്രനായിരിക്കുന്ന മനുവിന് ഉപദേശിച്ചു, മനു തന്റെ പുത്രനായിരിക്കുന്ന ഇക്ഷാകുവിനും ഉപദേശിച്ചു. അപ്പൊ ഇപ്പോ അർജുനന് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന യോഗം ഭഗവാൻ ആദ്യം ഉപദേശിച്ചത് സൂര്യനാണ്. സൂര്യൻ നമ്മളെക്കാളൊക്കെ എത്രയോ മുമ്പ് കൽപ്പാന്തം ആരംഭിച്ചപ്പോൾ ബ്രഹ്മാവിന് പകല് തുടങ്ങിയപ്പോൾ ഉദിച്ചു നിൽക്കണ ആ സൂര്യൻ. സൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ല. പിന്നെ സൂര്യോദയവും സൂര്യ അസ്തമയവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന എങ്ങനെയാ? ഭൂമി സ്വയം കറങ്ങുകയും സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു സൈഡിലുള്ളവർക്ക് അത് മറിഞ്ഞു പോകുന്നു എന്നല്ലോ, അല്ലാതെ സൂര്യൻ അസ്തമിക്കുന്നൊന്നുമില്ല. ബ്രഹ്മാവിന്റെ പകല് മുഴുവൻ സൂര്യൻ ഉദിച്ച് തന്നെ നിൽക്കും. ഒരു സൃഷ്ടികാലമാണ്, ഒരു കൽപ്പാന്തകാലം മുഴുവൻ സൂര്യൻ ഉദിച്ച് നിൽക്കും. അപ്പം ഈ സൃഷ്ടിയുടെ വ്യവഹാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയാം, അല്ലെങ്കിൽ ആണിക്കല്ല അച്ചുതണ്ടായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് സൂര്യനാണ് ഈ യോഗം ഭഗവാൻ ആദ്യം പറഞ്ഞു കൊടുത്തതെന്ന് പറയുന്നു. പിന്നെ അത് പാരമ്പര്യമായിട്ട് മകന് കൊടുത്തു, മകൻ്റെ മകന് കൊടുത്തു. അതാണ് ഇവിടെ പറയുന്നത്. നാശരഹിതമായിരിക്കുന്ന യോഗത്തെ ആദ്യം ഞാൻ സൂര്യന് ഉപദേശിച്ചു, സൂര്യൻ സ്വപുത്രനായിരിക്കുന്ന മനുവിന് അത് ഉപദേശിച്ചു, മനുവിന്റെ പുത്രനായിരിക്കുന്ന ഇക്ഷാകുവിനും അത് ഉപദേശിക്കപ്പെട്ടു. ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഈ യോഗത്തെ പറഞ്ഞു കൊടുത്തു വന്നിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോപിതും സാ കാലേനേകമഗതായുഗോ നഷ്ടപരന്തവ. ഹേ പരന്തവ, ഹേ അർജുന, ഏവം പരമ്പരാപ്രാപ്തം ഇമം പരമ്പര, ഇപ്രകാരം പരമ്പരയാ ഉപദേശിക്കപ്പെട്ട ഇമം രാജർഷയോപിതും, ഈ യോഗത്തെ രാജർഷികൾ അറിഞ്ഞിരുന്നു. രാജർഷികൾ എന്ന് പറയുന്നത് ജനകനെ പോലെയുള്ളവരാണ് രാജർഷികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പാരമ്പര്യമായിട്ട് പകർന്നു കൊടുത്തിരിക്കുന്ന യോഗത്തെ പറ്റി രാജർഷികളായിട്ടുള്ള അന്നത്തെ രാജാക്കന്മാര് ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടി ധർമ്മത്തിന്റെ രക്ഷകരായിട്ടുള്ളവര് ഈ യോഗത്തെ അറിഞ്ഞിരുന്നു. സയോഗ മഹതാൽ കാലേന ഇഹ നഷ്ടക. ആ യോഗം വളരെ കാലം കൊണ്ട് ഇവിടെ നഷ്ടമായിരിക്കുന്നു. അല്ലയോ അർജുന, ഇപ്രകാരം പരമ്പരാഗതമായിരിക്കുന്ന ഈ യോഗത്തെ, കർമ്മയോഗത്തെ രാജർഷികൾ അറിഞ്ഞിരുന്നു. ആ യോഗം ദീർഘകാലം കൊണ്ട് ഇവിടെ ഈ ലോകത്തിൽ ഇപ്പോൾ നഷ്ടമായി പോയി. നഷ്ടമായതുകൊണ്ടാണ് പറയാതെ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ യുദ്ധക്കളത്തിൽ വന്ന് നിൽക്കുന്നത്. എപ്പോഴാണോ നമ്മുടെ ട്രഡീഷൻ എല്ലാവരും പാലിക്കപ്പെടാതിരുന്നാൽ, അർജുനൻ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, സനാതനമായിരിക്കുന്ന കുലധർമ്മം പാലിക്കപ്പെടാതിരുന്നാൽ അത് പാരമ്പര്യമായിട്ട് തന്നെ പിന്നെ നഷ്ടപ്പെടാനിട വരും. നഷ്ടപ്പെട്ടാലോ, കുലധർമ്മം പാലിക്കപ്പെടാതിരുന്നാൽ ആ കുലത്തിൽ അധർമ്മം വന്ന് അതിക്രമിക്കും, അധർമ്മം ഭരണം തുടങ്ങും. അധർമ്മം അതിക്രമിച്ചാൽ എന്താ ഉണ്ടാകുക? അധർമാവിഭവാർ കൃഷ്ണ പ്രതിസന്ധി കുലശ്രേയാം ശിഷു ദുഷ്ടാസ്വാഷ്ണയ ജായതേ വർണ്ണസങ്കര. സ്ത്രീകൾ മുഖേനയാണ് സജ്ജനങ്ങൾക്കും ദുർജനങ്ങൾക്കും ഒക്കെ ജന്മം നൽകും. അപ്പൊ ഏതു കുലത്തിലാണോ സനാതനധർമ്മത്തിന്റെ പാലിക്കാൻ ആളില്ലാതെ വരുന്നത്, അവിടെ അധർമ്മം അതിക്രമിക്കും. അധർമ്മം അതിക്രമിച്ചാൽ ആദ്യത്തെ ലക്ഷണമാണ് സ്ത്രീകൾ മുഖേന ശിശു ദുഷ്ടാസുവാസനയെ ജായതീ വർണ്ണസങ്കര. സ്ത്രീകൾ മുഖേന ജാതിസങ്കരം ഉണ്ടാകും. അതുകൊണ്ട് അർജുനന് ഇപ്പൊ ഈ യോഗത്തെ പറഞ്ഞു കൊടുക്കാൻ പോവാണ് ഭഗവാൻ. ആ യോഗം പണ്ട് സൂര്യന് പറഞ്ഞു കൊടുത്തു, അത് പാരമ്പര്യമായിട്ട് പകർന്നു വന്ന് ഒരു 5ാമത്തെ തലമുറ കഴിഞ്ഞപ്പോഴത്തേ നഷ്ടമായിരിക്കുന്നു. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇത് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് സ ഏവായം മയാത്യത്യ യോഗ പ്രോക്ത പുരാതന ഭക്തോ അസിമേം സഖാ ചേതി രഹസ്യം ഹേതുദുത്തമം.
ത്വം മേ ഭക്ത സഖാച അസി ഇതി, നീ എൻ്റെ ഭക്തനും സഖാവുമാകുന്നു എന്നതുകൊണ്ട് പുരാതന സ അയം യോഗ ഏവ അദ്യതേ മയാ പ്രോക്തം, പുരാതനമായിരിക്കുന്ന ആ യോഗത്തെ തന്നെ ഇപ്പോൾ നിനക്കായി ഞാൻ പറയപ്പെട്ടു അഥവാ ഉപദേശിക്കപ്പെടുന്നു. ഹി ഏതത് രഹസ്യം ഉത്തമം, എന്തെന്നാൽ ഇത് അത്യന്ത രഹസ്യവും ഉത്തമവുമാകുന്നു. നീ എൻ്റെ ഭക്തനും സഖാവും ആണെന്നതുകൊണ്ട് ഈ യോഗത്തെ, ആ യോഗത്തെ ഇപ്പോൾ നിനക്കായിക്കൊണ്ട് ഞാൻ ഉപദേശിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് രഹസ്യവും ഉത്തമവുമാകും. രഹസ്യങ്ങളിൽ രഹസ്യമായിരിക്കുന്ന ഭക്തിയുടെ രഹസ്യത്തെയാണ് ഭഗവാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ആ യോഗത്തെ നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനും എൻ്റെ സഖാവുമായതുകൊണ്ട് നിനക്കായിക്കൊണ്ട് ആ യോഗത്തെ ഞാൻ പറഞ്ഞു തരാം. അതായത് പണ്ട് സൂര്യന് പറഞ്ഞു കൊടുത്തത് പാരമ്പര്യമായിട്ട് വന്നപ്പോൾ ഇവർ യുദ്ധക്കാലത്ത് നിൽക്കുന്ന സമയത്ത് അറ്റ് ആ യോഗം നഷ്ടമായിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. ആ യോഗം നഷ്ടപ്പെട്ട യോഗത്തെ അർജുനൻ ഉപദേശിക്കാൻ പോവുകയാണ്. നീ എൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് നിനക്ക് ഈ യോഗത്തെ ഞാൻ പറഞ്ഞു തരാം. ഇത് വളരെ രഹസ്യമാണ്, ഉത്തമമാണ്. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അർജുനന് നമ്മളെ പോലെയുള്ള സ്വഭാവമായതുകൊണ്ട് പെട്ടെന്ന് സംശയമായി. എന്തായി? അർജുനോവാച അപരം ഭവതോ ജന്മ പരം ജന്മ വ്യവസ്ഥിത കഥമേത വിജാനീയാന്തോ മാധോ പ്രോക്തവാനതി. അർജുനൻ പറഞ്ഞു, ഭവത ജന്മം അപരം, അങ്ങയുടെ ജന്മം ഇപ്പോൾ, വ്യവസ്ഥിത ജന്മം പരം, സൂര്യന്റെ ജന്മവും വളരെ മുമ്പും, ത്വം മാധൗ ഏതത്, അങ്ങ് ആദികാലത്ത് ഇതിനെ പ്രോക്തവാൻ ഇതി ഉപദേശിച്ചു തന്നത്, കഥാ വിജാനീയം എങ്ങനെ മനസ്സിലാക്കും? അങ്ങയുടെ ജനനം ഇപ്പോൾ എൻ്റെ കാലത്ത് തന്നെ, അതായത് അടുത്ത കാലത്ത് തന്നെ, സൂര്യന്റെ ജനനം വളരെ മുമ്പ്, എത്രയോ മുമ്പ്, നമ്മൾക്കൊക്കെ എത്രയോ കാലം മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് സൂര്യൻ. എന്നിരിക്കെ ഈ ആദ്യകാലത്ത് അങ്ങനെ സൂര്യൻ ഉപദേശിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതായത് അർജുനൻ ഭൗതിക തലത്തിൽ ചിന്തിക്കുകയാണ്. ഭഗവാൻ അർജുനന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഏകദേശം സമകാലികര പ്രായം കൊണ്ട്, സഖാവുമാണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. അപ്പോൾ അർജുനന് തോന്നി, പണ്ട് സൂര്യനൊക്കെ നമുക്ക് എത്രയോ മുമ്പുണ്ടാക്കിക്കണം, എന്നിട്ട് അതിന് ഈ ഉപദേശം കൊടുത്ത് ഈ യോഗം പറഞ്ഞു കൊടുത്തിരിക്കുന്ന അങ്ങ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കുക? നമ്മൾ 2 തലമുറ 3 തലമുറയൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ലോപിച്ച് 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 ഇല്ലാതെയാവും. ഇവിടെ അർജുന അതുകൊണ്ടാണ് ചോദിക്കണേ, സൂര്യൻ എത്രയോ മുമ്പുണ്ടായേക്കണം, നമ്മളെക്കാളൊക്കെ മുമ്പ് ഉണ്ടായതാണ്. സൃഷ്ടികാലത്ത് ആദ്യകാലത്തുണ്ടായ സൂര്യൻ. ആ സൂര്യന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അങ്ങ് തന്നെയാണ് ഇത് പറഞ്ഞു കൊടുത്തതെന്ന് അങ്ങ് പറയുന്നത്. എനിക്കത് മനസ്സിലായില്ല എന്ന് പറയും. ഇപ്പം നേരിട്ട് കാണുന്ന ഇതാണ് ഭൗതിക തലത്തിലുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള സാധാരണ ഒരു മനുഷ്യന് സാധിക്കില്ല. ഭഗവാന് മായയ്ക്ക് അതീതനായതുകൊണ്ട് ഭഗവാന് കൃത്യമായിട്ട് അറിയാം. 4 or 5 തലമുറയ്ക്ക് മുമ്പുണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ എത്രയോ സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരിക്കുന്ന സൂര്യന് ഈ യോഗം ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അത് പാരമ്പര്യമായിട്ട് വന്നപ്പോൾ ഇപ്പോൾ ഈ യുദ്ധകളത്തിൽ നിൽക്കുന്ന സമയത്ത്, അധർമ്മത്തിൻ്റെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇത് നഷ്ടമായിരിക്കുന്നു എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാ സാധിക്കുക?
സാധാരണ ഒരു മനുഷ്യന് ഭൗതിക തലത്തിൽ മാത്രം ജീവിച്ചിരുന്ന ഒരാൾക്ക് ഈ ഒരു സംശയം ഉണ്ടാകാം. നമുക്ക് ആർക്ക് വേണേലും ഉണ്ടാകാം. സൂര്യൻ എത്ര മുമ്പ് ഉണ്ടാക്കണം, എന്നിട്ട് ഭഗവാൻ തന്നെ ഇത് പറഞ്ഞു കൊടുത്തതെന്ന് എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് അർജുനന്റെ സംശയം. ശ്രീകൃഷ്ണനും അർജുനനും സമകാലികരാണ്, നേരെ മുമ്പ് നിൽക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ മാത്രം പറയാണ്, ഞാനിത് തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ പറയുന്നു, ഞാൻ സൂര്യന് പറഞ്ഞു കൊടുത്തു. ഇവിടെ അർജുനൻ സഞ്ജയൻ പറയുന്ന കേട്ടിട്ടോ ഇല്ലെങ്കിൽ ആ മറ്റുള്ളവർ പറഞ്ഞ കേട്ടിട്ടോ ഒക്കെയാണ് ഭഗവാനിൽ നിന്ന് ഗീതാശാസ്ത്രത്തിന്റെ അംശം കുറച്ചല്പമെങ്കിലും ഭഗവാനിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഈ യോഗം ഞാൻ പണ്ട് സൂര്യന് ഉപദേശിച്ചാന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ സംശയം സാധാരണഗതിയിൽ ഏത് മനുഷ്യർക്കും ഉണ്ടാകും. അതിന് ഉത്തരം ഭഗവാൻ പറയുന്നത്, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവദാർജുന താന്യഹം വേദസർവാണി നത്വം വേദ പരന്തവ. ഹേ അർജുന, മേ തവ ച ബഹൂനി, എനിക്കും നിനക്കും അനേകം ജന്മാനി വ്യതീതാനി ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. താനി സർവാണി അഹം വേദ, അവയെല്ലാം ഞാൻ അറിയുന്നു. പരന്തപ ത്വം ന വേദ, വീര നീ അറിയുന്നില്ല. അർജുന, എനിക്ക് നിനക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, അവയെല്ലാം ഞാൻ അറിയുന്നു, എന്നാൽ നീ അത് അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെന്തുകൊണ്ട് അറിയാതെ പോകുന്നു? ഇപ്പൊ ഞാൻ പറയുന്ന ഗീത തന്നെ 5 ജന്മം മുമ്പ് പഠിച്ച ഗീത നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റുമോ? ഇതെങ്ങനെ സാധിക്കാം? ഞാനും നിങ്ങളിപ്പോൾ നേരെ മുമ്പിലിരിക്കുക. ഞാൻ 5 ജന്മം മുമ്പ് പഠിച്ചിട്ടുള്ള ഗീത ഇപ്പൊ പറയണേ എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്തർക്ക് പോലും മനസ്സിലാവില്ല. അപ്പൊ പിന്നെ ഭക്തി ഇല്ലാത്തവരുടെ പറയണില്ല. അപ്പൊ അതുകൊണ്ട് ബഹൂനിമേം വ്യതീതാനി ജന്മാനി തവദാർജുനാഥ അന്യകം വേദസർവാണി നത്വം വേദ പരന്തവ. മേ തവ ബഹൂനി, എനിക്ക് നിനക്കും അനേകം ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാനും നീയൊക്കെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു, അവയെല്ലാം ഞാൻ അറിയുന്നു, എന്നാൽ നീ അറിയുന്നില്ല. അതാണ് എല്ലാത്തിനും പ്രശ്നവും. അത് നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്തിരിക്കുന്നു? ഞാനും നിങ്ങളുമൊക്കെ എത്ര ജന്മങ്ങൾ എടുത്തിരിക്കുന്നു? പറയാൻ പറ്റുമോ? എന്താ കാരണം പറയാൻ പറ്റാത്തത്? നമ്മൾ സാധാരണ മനുഷ്യരൊക്കെ മായയ്ക്ക് അടിമപ്പെട്ടിട്ടാണ് ജനിക്കുന്നത്. ഭഗവാനോ മായയ്ക്ക് അതീതനായിട്ടാണ് ജന്മം എടുക്കുന്നത്. നമുക്കൊരു അസ്വാതന്ത്ര്യതയുണ്ട്. എന്താ അസ്വാതന്ത്ര്യത? നമ്മുടെ കർമ്മബന്ധനങ്ങള് ഇല്ലെങ്കിൽ കർമ്മവാസനകള് കാരണം അതനുസരിച്ചുള്ള ജന്മമാണ് നമ്മൾ എടുക്കുക. ഭഗവാനെ സംബന്ധിച്ച് ഒരു കർമ്മബന്ധനവുമില്ല. ആവശ്യമുണ്ടപ്പം ആവശ്യമുള്ള ശരീരം എടുത്തുകൊണ്ട് വരാൻ പറ്റും. നമുക്ക് അങ്ങനെ വരണം എന്ന് ആഗ്രഹിച്ചാൽ പോലും സാധിക്കില്ല. കാരണം എന്താ? പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മദോഷങ്ങളെ കൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് വന്ന് ജനിച്ചിരിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് അത് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ മായയിൽപ്പെടും. ഇനി അത് തീർക്കാൻ ശ്രമിച്ചാൽ പുതിയത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നമ്മുടെ വാസന കൊണ്ട് നമ്മൾ കാപ്പിയോ ചായ ഉണ്ടാക്കി കുടിച്ചാൽ അത് ഉണ്ടാക്കാൻ ഉള്ള സാധനമൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുക. ആഗ്രഹം സാധിക്കണം അങ്ങനെയാണല്ലോ. പക്ഷേ അത് ഉണ്ടാക്കി കഴിക്കുമ്പം ശ്രദ്ധിക്കേണ്ട എന്താ? ബാക്കി വെച്ചാൽ പ്രാരാബ്ധമാകും. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് ഉണ്ടാക്കുക, കഴിക്കുക. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഉണ്ടാക്കി കൊടുത്തോളൂ. പക്ഷെ മിച്ചം വന്നാൽ അത് പ്രാരാബ്ധമാകും. മിച്ചം വരുത്താതെ ആ കർമ്മം പൂർത്തീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗം. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒന്നും
പ്രാരാബ്ധമായിട്ട് ബാക്കി ഉണ്ടാകാൻ പാടില്ല. ബാക്കി ഉണ്ടായോ പിന്നെ അത് പ്രവൃത്തി മാർഗമാവും, പിന്നെ അതിൽ കണ്ടിന്യൂഷൻ വരും. എന്ത് കർമ്മമാണോ കണ്ടിന്യൂഷൻ പൂർത്തീകരണം നടക്കാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊളുത്തിപ്പിടിച്ച് വരുന്നത്, അത് പ്രേയസാണ് താനും ഈശ്വര സാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അജോ അഭിസന്യവയാത്മാ ഭൂതാനാം ഈശ്വരോ അഭിസൻ പ്രകൃതിയും സ്വം അധിഷ്ഠായ സംഭവാമ്യാത്മമായ. എല്ലാത്തിനും കാരണം എന്താ? മായയാണ്. അതുകൊണ്ട് അജം അവ്യയാത്മാ അൻ അപി, ജനിക്കാത്തവനും നാശമില്ലാത്തവനും ആണെങ്കിലും ഭൂതാന്നം ഈശ്വര അഭിസ്വൻ, ജീവികളുടെ എണ്ണം ഈശ്വരനാണെങ്കിലും ജനിക്കാത്തവനും നാശമില്ലാത്തവനും. അതാണ് അജ അവ്യയാത്മാ ആൻ സൻ അപി, ജനിക്കാത്തവനും നാശമില്ലാത്തവനുമാണെങ്കിലും ഭൂതാനാം ഈശ്വര സൻ അപി, ജീവികളുടെ എല്ലാം ഈശ്വരനാണെങ്കിലും സ്വാം പ്രകൃതി അധിഷ്ഠായ ആത്മ മായയാ സർവാഭി സംഭവാമി, സ്വപ്രകൃതിയെ ആശ്രയിച്ചിട്ട് സ്വന്തം മായാശക്തിയാൽ ഞാൻ ജന്മമെടുക്കുന്നു എന്നർത്ഥം. ജനിക്കാത്തവനും നശിക്കാത്തവനും ജീവജാലങ്ങളുടെ എല്ലാം നിയമമാണെങ്കിലും പ്രകൃതിയെ ആശ്രയിച്ച് സ്വന്തം ഇഷ്ടങ്ങളാൽ സ്വയം മൂടിക്കെട്ടിരിക്കുന്നു. ഭഗവാൻ സ്വന്തം ഇച്ഛ അനുസരിച്ചുകൊണ്ട് തനിക്ക് അതീതമായിരിക്കുന്ന ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് സ്വതന്ത്രനായിട്ട് അവതരിക്കുന്നു. ജീവികൾ കർമ്മഫലത്തിൽ മായയ്ക്ക് അധീനരായിക്കൊണ്ട് അസ്വാതന്ത്രരായിട്ട് ജനിക്കാനിടവരും. ഈ അഭ്യാസം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വ്യത്യാസം ശ്രദ്ധിക്കേണ്ടതാണ്. ഭഗവാൻ മായയ്ക്ക് അതീതനായിക്കൊണ്ട് ഇച്ഛിക്കുന്ന ജന്മം എടുത്തുകൊണ്ട് വരും. അത് കർമ്മം അവസാനിച്ചാലോ അപ്പോൾ ഭഗവാൻ സ്വന്തം ഇച്ഛ അനുസരിച്ചുകൊണ്ട് തനിക്ക് അതീതമായ ഉപാധികളെ സ്വീകരിച്ച് സ്വതന്ത്രനായിക്കൊണ്ട് ജനിക്കുന്നു. ജീവികൾ കർമ്മഫലത്തിൽ മായയ്ക്ക് അതീതമായിട്ട് അസ്വാതന്ത്രരായിട്ട് ജനിക്കാനിടവരും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാ. നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും, പക്ഷേ എവിടെ ക്ലിയറൻസ് എന്നുള്ളത് അറിയില്ല. ബന്ധനത്തിൽപ്പെടുന്നവർക്ക് ബന്ധനം തന്നിപാറിൽ എന്ന് പറയാൻ ഇടവരുന്ന ഈ ബന്ധനം നിവൃത്തി മാർഗത്തിലാണ്, ഈ ബന്ധനം ഉണ്ടാവില്ല. പ്രവൃത്തി മാർഗത്തിലായാൽ കണ്ടിന്യൂഷൻ വന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂഷന് ഏതിലും ബാക്കി വെച്ചോ അതനുസരിച്ച് ശരീരം ഈ ജന്മത്തിലെ ജീർണിച്ച് കേടുവന്ന് പോയാൽ പോവും. വീണ്ടും ആ കർമ്മം ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും അതേപോലെ ശരീരം എടുക്കുന്നത്.
കേൾക്കുന്നില്ലേ? കുറച്ചു നേരത്തേക്ക് മായപ്പെട്ടു, അതാ ബ്ലാങ്ക് ആയിപ്പോയി. അജോ അത് സന്യമയാത്മാ ഭൂതാനാം ഈശ്വരോ അഭിസൻ പ്രകൃതിയും സ്വം അധിഷ്ഠായ സംഭവാൻ ആത്മമായ. ആത്മമായ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാ സംഭവിക്കണേന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണേലും നമ്മൾ അസ്വാതന്ത്രരായതുകൊണ്ട് മായ എപ്പോൾ വേണേലും സംഭവിക്കാം. മായയിൽ ഏത് സമയത്തും പെടാം. ഇപ്പൊ ഒരു സമയത്തേക്ക് ഞാനെന്ത് ബ്ലാങ്കിൽ പെട്ടതാ, മായയിൽ പെട്ട് കാണിച്ചു തന്നതാ, ഇല്ലാതിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിയണ്ടോന്ന് അറിയില്ലല്ലോ, ഞാനറിയും. അപ്പൊ മായയിൽ പെട്ടു. അതാണ് മായപ്പെട്ടു. അതാണ് മായപ്പെട്ട്. നല്ല അന്തരീക്ഷാണേ, നല്ല അന്തരീക്ഷാണേ. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റതാ. അപ്പൊ തന്നെ രാവിലെ പാരായണം നടത്തുമ്പോ തന്നെ എനിക്ക് ഉറക്കം വരണ്ടായിരുന്നു. എന്നിട്ട് അതിനെ ജയിച്ചു. ഇപ്പൊ മായ ഏത് തരത്തിലാ സംഭവിക്കാന്ന് ഞാൻ ഉറങ്ങിപ്പോയാ നിങ്ങളോ? അപ്പൊ അതുകൊണ്ട് അപ്പോ മായയിൽ പെട്ടാല് നിമിഷ നേരം കൊണ്ടാണെങ്കിൽ നമ്മൾ അസ്വാതന്ത്രരായിട്ട് ജനിക്കുക തന്നെ, അതാണ് സ്വാതന്ത്ര്യം. ഇപ്പൊ ഞാനിപ്പം എത്ര വിചാരിച്ചാലും വേണ്ടില്ല, ചില സമയത്ത് ഉറക്കം വന്നാ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചില സമയത്ത് നമ്മളിപ്പോ ഒരു സാധനം എടുക്കാൻ പോയാലും നിമിഷ നേരത്തേക്ക് കാര്യം ഇവിടുന്ന് പുറപ്പെടുമ്പോ എന്താ എടുത്തോണ്ട് വരണ്ടേന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു നിമിഷത്തേക്ക് ബ്ലാങ്ക് ആയിപ്പോ. എന്തിനാ അവിടെ വന്നേ? അത് പ്രത്യേകിച്ചും കുറച്ച് പ്രായം കൂടെ ആയ പിന്നെ പെട്ടെന്ന് പറയണ്ട. അപ്പൊ ഇവിടത്തെ അന്തരീക്ഷത്തിന്റെ ഇതുകൊണ്ട് ഓട്ടോമാറ്റിക് ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണില്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉറക്കം വരും. ഈ ചായ കുടിച്ചാലും മതി, അതുപോലെ ലഹരിയാ. ഇപ്പൊ ഒന്നും കഴിക്കാതിരിക്ക എന്നിട്ടും ബ്ലാങ്ക് ആവും. അതാണ് അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ചില കാര്യങ്ങൾ ചെയ്യും, അതാണ് അസ്വാതന്ത്ര്യത എന്ന് പറയുന്നത്. അപ്പൊ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ഇരിക്കുക, സ്വതന്ത്രം. മായയ്ക്ക് അതീതമാണെന്നുണ്ടെങ്കിൽ ഈ ദേഹബോധം ഉള്ളിടത്തോളം നമുക്ക് മായയ്ക്ക് അതീതനാകാൻ പറ്റില്ല. ഭഗവാൻ ജനിച്ചു എന്ന് പറഞ്ഞത് എങ്ങനെയാ ജനിക്കണേന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ കൃത്യമായിട്ട് നമ്മൾ ശ്രീകൃഷ്ണ ചരിതാമൃതം പഠിക്കുമ്പം ഇല്ലെങ്കിൽ അത് ചിന്തിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നില്ലേ എങ്ങനെയാണ് ഭഗവാൻ ജന്മം എടുക്കുക. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അത് അക്ഷരം പ്രതി നടപ്പാക്കുക എന്നുള്ളതാണ് ഗുണാതീതന്റെ ഏറ്റവും വലിയ ലക്ഷണം. നമുക്ക് അത് സാധിക്കില്ല. കാരണം നമ്മൾ സാധാരണ എല്ലാവരും ഇപ്പൊ അർജുനടക്കം അസ്വാതന്ത്രനായിട്ടാണ് ജനിച്ചിരിക്കുന്നതെന്ന് അർത്ഥം. എത്രയെത്ര ജന്മങ്ങൾ ജനിച്ചാലും നമ്മൾ ഈ അസ്വാതന്ത്ര്യത തുടർന്നുകൊണ്ടേയിരിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കാൻ തന്നെ കാരണം വീണ്ടും വീണ്ടും നമുക്ക് ജനിക്കുന്നത് തന്നെ നമ്മുടെ ഇഷ്ടത്തിനല്ല, കർമ്മബന്ധനം കാരണമാണ് ജനിക്കുന്നത്. ആ കർമ്മബന്ധനം തന്നെ അസ്വാതന്ത്ര്യതയാണ്. അത് നമ്മൾ അറിയൂല. നമ്മൾ ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് പോകുമ്പം പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോണു. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഏറ്റവും വലിയ അസ്വാതന്ത്ര്യക്ക് കാരണമായിട്ട് ഭവിക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങള് എന്തെങ്കിലും ബാക്കി വെച്ചാല് നമുക്ക് നാളെ ഓർമ്മ വരും. ഇല്ലെങ്കിൽ ഇന്ന് എന്താണോ ബാക്കി വെച്ചത് നാളെ അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യാം. ഇപ്പൊ ഗീത പോലും നമ്മളിപ്പോ പഠിക്കണത് കഴിഞ്ഞ ദിവസം എവിടം വരെ 3-ാം അധ്യായം എടുത്ത് തീർത്തു. ഇന്ന് ക്ലാസ് എടുക്കുമ്പം അതിന്റെ അടുത്ത സ്റ്റെപ്പാണല്ലോ എടുക്കുക. അത് ഈ ജന്മത്തിൽ ഓരോ ദിവസവും ശരിക്കും ഓരോ ജന്മമായിട്ട് കണക്കാക്കിയാൽ അവിടെയും നമുക്ക് അസ്വാതന്ത്ര്യം ഉണ്ട്. കാരണം ഇന്ന് ചെയ്യുന്ന ജോലി പൂർത്തീകരിക്കാത്തത് കൊണ്ട് നാളെ രാവിലെ എഴുന്നേറ്റാൽ അത് ചെയ്യാതെ അടുത്ത കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നാണ് പ്രശ്നം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ചായ ഉണ്ടാക്കണേ, ചായ ഉണ്ടാക്കാനുള്ള പാത്രം, കുടിക്കാനുള്ള പാത്രവും ഒക്കെ ഇന്ന് കഴുകി വെച്ചാൽ അത് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ആദ്യം അത് കഴുകണം. കഴുകിയാലേ പിന്നെ ചായ ഉണ്ടാക്കാൻ പറ്റും. ഈ ചായ ഉണ്ടാക്കി കുടിക്കുക എന്ന് പറയുന്നതും അസ്വാതന്ത്ര്യം. കാരണം ആ സംസ്കാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇനി കഴുകി പാത്രമൊക്കെ കഴുകി അടിച്ചു തുടച്ചൊക്കെ ഇട്ടിട്ട് കിടന്നാലും വേണ്ടില്ല, രാവിലെ എഴുന്നേറ്റാൽ പിന്നെ നിങ്ങൾ ചായ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അന്ന് ചെയ്യാം. അതേ മനസ്സിൽ വരൂ, അതാണ് ചെയ്യുക. അപ്പൊ അതൊരു അസ്വാതന്ത്ര്യതയാണ്. നമ്മള് കർമ്മബന്ധനം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ വാസനാബലം എന്താണോ അത് ഇങ്ങനെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അതാണ് ഈ പ്രവൃത്തി മാർഗത്തിലുള്ള കുഴപ്പം. ഇനി ചായ ഉണ്ടാക്കി കുടിച്ചാലേ അതുകൊണ്ട് തീരുവോ? പിന്നെ അടുത്തത് പിന്നെ കഴിക്കാനുള്ളത് ഉണ്ടാക്കണം. അതിനും വേണ്ടുന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ അതൊക്കെ റെഡിയാക്കണം. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും ഈ ജന്മത്തിലെ തന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും കടന്നു പോകുന്നത് അസ്വാതന്ത്ര്യത്തോടുകൂടി. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന പോലെ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞു. ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്താണ്ടേ? മറ്റൊരാളുടെ കീഴിലായിരുന്നു അതെ, പിന്നെ സ്വന്തം കീഴിലായി. എന്നിട്ടും എന്താണ്ടേ? എന്നിട്ടും കർമ്മബന്ധനം തീരുന്നുണ്ടോ? ഇല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ പറയണത്, നമ്മളിപ്പോ ഗുരുവായൂരപ്പനെ കാണാൻ പോയാലും വേണ്ടില്ല, ഏത് VIP ലൈനിൽ പോയാലും നമ്മൾ അവിടെ കൂടി ഒരു 2-3 അകത്തേക്ക് കയറിയാൽ 2 വാതിലേ ഉള്ളൂ. അകത്തേക്ക് കയറാനും ഒരു വഴി, പുറത്തേക്ക് ഇറങ്ങാനും ഒരു വഴി. ശരിക്കും ഈ അസ്വാതന്ത്ര്യം അവിടെ കാണിച്ചു തരും. നമ്മള് അവിടെ ഭഗവാനെ കാണാൻ ഒരു നിമിഷത്തേക്ക് ഇടികൂടി അകത്ത് കയറിയാലും വേണ്ടില്ല, അവിടെ അധികം നേരം തങ്ങാൻ സമ്മതിക്കില്ല, പുറത്തേക്ക് വിടും. പുറത്തേക്ക് വിട്ടാലോ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങാൻ കുറച്ചു നേരമൊക്കെ നാമം ജപിച്ച് അതിലെ പ്രദർശനം വെക്കാനൊക്കെ കിട്ടിയാൽ കുറച്ചു നേരമൊക്കെ അതിലേക്ക് ഇറങ്ങും. എപ്പോഴും നിങ്ങൾ അവിടെ നിൽക്കും? ഇല്ല. നമ്മളൊരു നിന്നോളം പറഞ്ഞാലും നിൽക്കില്ല, ഇല്ലേ? 3 വാതിൽ കൂടെ ഏതിലും കൂടെ ഒന്ന് പുറത്ത് വരും. അകത്തേക്ക് പോകുന്ന ഏത് വേഷത്തിലാണോ അതേ വേഷത്തിൽ തന്നെ പുറത്തേക്ക് വരും. അവിടെ വേഷം മാറലുമില്ല. ഏത് സ്വഭാവത്തോടെയാണോ പോകുന്നത് അതേ സ്വഭാവത്തോടെ പുറത്തേക്ക് വരും. മതിൽക്ക് പുറത്തിറങ്ങിയാൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായി നമുക്ക് തോന്നും, അല്ലേ? സ്വാതന്ത്ര്യമൊന്നും ആവില്ല, അവിടെ അസ്വാതന്ത്ര്യ. കാരണം ഏത് വേഷത്തിലാണോ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് അതേ വേഷത്തിലാണ് തിരിച്ചു പോകുന്നത്. ഏത് സ്വഭാവത്തോടെയാണോ വീട്ടിൽ നിന്ന് പോകുന്നത് അതേ സ്വഭാവത്തോടെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഇതേപോലെ ഓരോ ജന്മവും കടന്നു പോകുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും ഒക്കെ ആയിട്ട് തീർക്കാനായിട്ട് ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് അനുഭവിക്കും, എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കും. എന്നിട്ട് വീണ്ടും ആ ബാക്കി വെച്ചത് തീർക്കാൻ വേണ്ടിയിട്ട് അതേ സംസ്കാരത്തോടെ അതേ വാസനാബലത്താൽ വന്ന് ജനിക്കുന്നതാണ് അസ്വാതന്ത്ര്യത എന്ന് പറയുന്നത്. ഭഗവാനെ സംബന്ധിച്ച് ഒന്നും ബാക്കിയില്ല താനും. എന്തിനാണോ വന്നത് പ്രീപ്ലാൻ ചെയ്തിട്ടാ വരണത്. അത് കൃത്യമായിട്ട് വിത്തിന്റെ ആയുസിന്റെ ഉള്ളിൽ ഒരു മനുഷ്യായുസ് പൂർണ്ണമായിട്ടും ഭഗവാൻ ചെയ്ത് തീർത്തിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ. അതാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വാസന എത്രയൊക്കെ ആയാലും വേണ്ടില്ല, പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര പ്രിപ്പയർഡ് ആണെങ്കിലും ചില കാര്യങ്ങളൊക്കെ കർമ്മത്തിന്റെ ഗതിക്ക് അനുസരിച്ചുകൊണ്ട് വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. അതില് ദുഃഖത്രയങ്ങളുണ്ട്, ബന്ധനത്രയങ്ങളുണ്ട്, കർമ്മബന്ധനങ്ങള്, കർമ്മം വസ്തുക്കളും അതിനുള്ള വസ്തുക്കളുമായിട്ടും പരിസരം സ്ഥലകാല ബന്ധങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ കുറച്ചു കാലത്തേക്ക് ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കും, അത് കഴിയുമ്പോൾ ആ സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോകേണ്ടതായിട്ട് വരും. കുറച്ചു കാലം പുറത്തു പോയി നിന്നാലും വേണ്ടില്ല, വീണ്ടും തിരിച്ചു വരേണ്ടി വരും. ഇങ്ങനെ ഈ റൊട്ടേഷനാണ്, പുനരാവർത്തനം. ചിലപ്പോൾ ഒരു സ്ഥലം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ അസ്വാതന്ത്ര്യം, നമ്മളിപ്പോ ഇഷ്ടമുള്ളവരുടെ ആരുടെയും കല്യാണത്തിന് എന്തെങ്കിലും ഫംഗ്ഷന് പോയാലും ഇനി ഒരു തീർത്ഥാടനത്തിന് പോയാലും നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ബാഗിൽ അറച്ചിട്ട് പോകും, ഇല്ലേ? തിരിച്ചു അവിടുന്ന് പോരുമ്പോ ആ കാര്യം കഴിഞ്ഞിട്ട് പോരുമ്പോഴും എൻ്റെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണോ ഒക്കെ തെരഞ്ഞു പിടിച്ചൊക്കെ ബാഗിൽ കുത്തി നിറച്ച് എന്ത് ഇഷ്ടമുള്ളവരുടെ കാര്യത്തിനും ഫംഗ്ഷന് പോയാലും വേണ്ടില്ല, അവനവൻ്റെ എന്നുള്ളത് വീണ്ടും ബാഗിൽ കുത്തി നിറച്ച് വീണ്ടും വരും. എവിടുന്ന് പുറപ്പെട്ടോ അവിടെ തിരിച്ചെത്തുമ്പോൾ ഒരു സമാധാനമുണ്ട്. വന്നു. എത്ര നല്ല കാര്യത്തിന് പോയാലും വേണ്ട, തിരിച്ച് സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അല്ലേ? എല്ലാവർക്കും അത് അനുഭവിച്ച് തോന്നാറില്ലേ? വീണ്ടും ആദ്യം ഒരുങ്ങിക്കെട്ടി പോവും അടുത്തതിന്. എന്തുകൊണ്ടാ? അടുത്ത ബന്ധനം വരും, എന്തെങ്കിലും കാര്യം വരും, വീണ്ടും ഒരുങ്ങിക്കെട്ടി പോകും, വീണ്ടും ഇത് തന്നെ അനുഭവിക്കും. ഇങ്ങനെ ജന്മം മുഴുവൻ
ഈ കർമ്മബന്ധനത്തിൽ പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അസ്വാതന്ത്ര്യരായിട്ട് ജനിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. ഇതേ കാര്യം തന്നെ ഒരു സൃഷ്ടികാലത്ത് നമ്മുടെ ഈ ജന്മം തീർന്നിട്ട് അടുത്ത ജന്മത്തിലും ഇതേ കാരണം കൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇനി ഈ കർമ്മബന്ധനം തീർത്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പാന്തകാലത്തിന്റെ അവസാനത്തിൽ എല്ലാവരെയും ഭഗവാൻ ഒന്നിച്ചു കൊണ്ടുപോകും, തന്നിലേക്ക് ലയിപ്പിക്കും. വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പം ഏത് വേഷം, ഏത് സ്വാതന്ത്ര്യം, ഏത് കർമ്മവാസനയും ജന്മവാസനയും കൊണ്ടാണോ നിങ്ങൾ തിരിച്ചു പോയത്, തിരിച്ച് വീണ്ടും പുറത്തേക്ക് വിടുമ്പം അതേ വേഷത്തിലായിരിക്കും പുറത്തേക്ക് വിടുക. അപ്പം കൽപ്പാന്തത്തിൽ നിന്ന് ഒരു കൽപ്പാന്തത്തിലേക്ക് വരെ ഈ ജന്മവാസനയും ട്രഡീഷനും ട്രാൻസ്ഫർ ആകുന്നത്. അതുകൊണ്ടാണ് ഭാഗവതം പറയുമ്പം നാരദര് പൂർവ്വജന്മത്തിൽ നിന്നുമല്ല പറയുന്നത്, പൂർവ്വകൽപ്പത്തിൽ ദാസീപുത്രനായിരുന്നു എന്ന് പറയുന്നത് അല്ലേ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയായിരുന്നു പൂർവ്വകൽപ്പത്തിൽ ഞാൻ ആരായിരുന്നു. നമുക്ക് ഈ ജന്മത്തിൽ തന്നെ കഴിഞ്ഞ അവസ്ഥ എന്താന്ന് ചില കാര്യങ്ങളൊക്കെ മറന്നുപോകും. പിന്നെ പൂർവ്വജന്മങ്ങളെ പറ്റി ഓർമ്മയില്ല. പൂർവ്വകൽപ്പത്തിലും നമ്മൾ ഉണ്ടായിരുന്നു. അന്ന് എന്തൊക്കെയായിരുന്നു, ആരായിരുന്നു അല്ല ഓർമ്മയുണ്ടോ? അതാണ് ഇവിടെ അജോ അഭിസന്യവയാത്മാ ഭൂതാനാം ഈശ്വരോ അഭിസൻ പ്രകൃതിയും സ്വം അധിഷ്ഠായ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? പ്രകൃത്യാ ഉണ്ടാകുന്ന ഗുണങ്ങളെ കൊണ്ട് സ്വം അധിഷ്ഠായ സംഭവാമ്യ ആത്മമായ അജോ അവ്യയാത്മ, ജനിക്കാത്തവനും നാശമില്ലാത്തവനുമാണെങ്കിലും, ജനിക്കാത്തവനും നാശമില്ലാത്തവനുമാണെങ്കിലും ഭൂതാനാം ഈശ്വരൻ സൻ അഭിസൻ. അഭിസൻ എന്നുള്ളത് സൻ അഭി എന്നാണ് പദം മുറിച്ച് പറയുമ്പോൾ. ജീവികളുടെ എല്ലാം ഈശ്വരനാണെങ്കിലും സ്വപ്രകൃതിയും അധിഷ്ഠായ, സ്വപ്രകൃതിയെ ആശ്രയിച്ച് ആത്മമായ സംഭവാമി, സ്വന്തം മായാശക്തിയാൽ ഞാൻ ജന്മമെടുക്കുന്നു. ജനിക്കാത്തവനും നശിക്കാത്തവനും ജീവജാലങ്ങളുടെ എല്ലാം നിയമമാണെങ്കിലും, അതായത് നമ്മുടെ ജീവാത്മാവ് എന്ന് പറയുന്നത് ശാശ്വതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ജനിക്കാത്തവനും മരിക്കാത്തവനുമായിട്ടുള്ള ആ ജീവാത്മാവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്നാലും സ്വപ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം ആശ്രയിച്ചിട്ട് സ്വന്തം മായാശക്തി കൊണ്ട്, ഭഗവാനും അങ്ങനെ തന്നെ ജന്മം എടുക്കുന്നത്. പക്ഷേ ഭഗവാൻ തൻ്റെ ശക്തിയെ മായയ്ക്ക് അതീതമായിക്കൊണ്ട് ജന്മം എടുക്കുന്നു. നമ്മളോ ഭഗവാൻ സ്വന്തം ഇച്ഛ അനുസരിച്ചുകൊണ്ട് തനിക്ക് അതീതമായ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ടാണ് ജന്മം എടുക്കുക. ജീവികൾ കർമ്മഫലത്തിൽ മായ അതീതനായിക്കൊണ്ട് അസ്വാതന്ത്ര്യരായിട്ട് ജനിക്കുന്നു. ഈ വ്യത്യാസം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അറിയാതിരിക്കുന്നു. ഭഗവാൻ നമ്മുടെ ജന്മങ്ങളൊക്കെ ഭഗവാൻ അറിയാം. 100% ഓരോരുത്തരുടെയും കർമ്മബന്ധനങ്ങളും ഇല്ലെങ്കിൽ അവരുടെ എത്ര ജന്മങ്ങൾ എടുത്തു എന്നുള്ളതൊക്കെ ഭഗവാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അർജുനോട് ഭഗവാൻ പറഞ്ഞത്, ഞാനും നീയും ഒക്കെ എത്രയോ ജന്മം എടുത്തിരിക്കുന്നു, ഞാനിതൊക്കെ അറിയുന്നു, നീ ഒന്നും അറിയുന്നില്ല. അപ്പൊ ഞാനും നിങ്ങളും എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ അറിവുണ്ടോ? ഇല്ല. എന്നാ കുറെയൊക്കെ എനിക്കറിയാം. നിങ്ങൾ എത്ര ജന്മം എടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എത്ര ജന്മം എടുത്തുന്നു ഇതുവരെ, പ്രത്യേകിച്ച് ഈ ഗീതയൊക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് പോലുള്ളത് അറിയാം. അതിന് മുമ്പിലത്തെ കാര്യം പൂർവ്വകൽപ്പത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു, ഇതൊന്നും അറിയില്ല. ഈ ജന്മത്തിൽ തന്നെ നമ്മളിപ്പോൾ എത്ര കാലത്തിന്റെ ഗണനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ തന്നെ 14 മന്വന്തരങ്ങളാണ്. അതിൽ ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 72 ചതുർയുഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന കൽപ്പത്തില് 14 മന്വന്തരങ്ങളിൽ 6 മന്വന്തരം കംപ്ലീറ്റ് ആയി. 7ാമത്തെ മന്വന്തരത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത്. 7ാമത്തെ മന്വന്തരത്തിൽ 72 ചതുർയുഗങ്ങളുള്ളത്. 28ാമത്തെ ചതുർയുഗത്തില് കലിയുഗത്തിന്റെ ആദ്യ പാദത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ജന്മത്തിൽ തന്നെ എത്ര പ്രാവശ്യം വന്നു പോയിട്ടുണ്ടാവും. ഈ യുഗത്തിൽ തന്നെ
എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാവും? കലിയുഗത്തിൽ തന്നെ എത്ര ജന്മം എടുത്തിട്ടുണ്ടാവും? ഇപ്പൊ 5200 വർഷമായി. നമ്മുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് എന്താ? ഒരു ജന്മം എന്ന് പറയുന്നത് എന്താ? ആവറേജ് ഒരു മനുഷ്യ ആയുസ് 120 വയസ്സായി. ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞ് കലിയുഗത്തിലാകുമ്പോൾ കുറഞ്ഞ് ആയുസ് കുറഞ്ഞുകൊണ്ടായിരിക്കാം. ഭഗവാൻ ദാപര യുഗത്തിലായിരുന്നുകൊണ്ട് 125 വയസ്സ് വരെ ജീവിച്ചത്. അന്ന് ഈ ഗീതോപദേശം തന്നെ നടക്കുന്നത് സാധാരണ എന്താ പറഞ്ഞേ, മേച്ചൂർഡായിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന പോലെയാ. അർജുൻ്റെയും ഭഗവാന്റെയൊക്കെ സമകാലികരായിരുന്നവരുടെയൊക്കെ ഏജ് എന്ന് പറയുന്നത് 80 വയസ്സിന് മേലെയായിരുന്നു. അപ്പോഴേ ഈ ധർമ്മയുദ്ധം തന്നെ നടക്കണം. ആ അർജുനനോടാണ് ഭഗവാൻ പറയുന്നത്, ഞാനും നീ എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുന്നു. ഭഗവാൻ പൂർവ്വജന്മത്തിലും ഇതേ സജീവമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പുനരാവർത്തന അർജുനും വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ പുനരാവർത്തിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കാം. നമ്മളും അങ്ങനെ ദിവസവും പുനരാവർത്തനമല്ലേ? ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇന്ന് ചെയ്യാം, അല്ലേ? അവിടെ പ്രായപരിധിയൊന്നും പ്രശ്നമല്ല. നമ്മൾ ഇന്നലെ കഴിച്ച ദോശ തന്നെ ഇന്നും കഴിക്കും. ഇഡ്ഡലി കഴിച്ച എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് തന്നെ വീണ്ടും ഉണ്ടാക്കും. ഒക്കെ പുനരാവർത്തനത്തിന് വിധേയമാണ്, അല്ലേ? ഓരോ ജന്മത്തിലും ഇങ്ങനെ ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ജാതസ്മാത പരിഹാർത്തേന ത്വം ശോചിതുമർഹസി എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുക. അതും ആസ്വാതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. ഇനി ഭഗവാൻ സ്വതന്ത്രമായിട്ട് തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് ജനിക്കുന്നുണ്ടെങ്കിലും അതിനും ഒരു കാരണമുണ്ട്. ഭഗവാൻ എപ്പോഴെപ്പോഴൊക്കെയാണ് ജന്മം എടുക്കുന്നത് എന്ന് ഇനി പറയുന്നുണ്ട്. മായയ്ക്ക് അതീതമല്ലാതെ ഭഗവാൻ സ്വയം തീരുമാനിച്ച് ഇച്ഛാശക്തിയോടുകൂടി ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് ശരീരമെടുത്തു വരുന്നു. എന്തിനു വേണ്ടി? എപ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു വരുന്നത്? അതാണ് ഇനി പറയുന്നത്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം. ഹേ ഭാരത, അർജുന, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനി, എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ച, അധർമ്മസ്യ അഭ്യുത്ഥാനം ഭവതി, അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ, തഥാ തഥാ അഹം, അപ്പോഴൊക്കെ ഞാൻ ആത്മാനം സൃജാമ്യഹി, സൃജാമി ഹി, എന്നെ സൃഷ്ടിക്കുക തന്നെ ചെയ്യുന്നു, ജന്മമെടുക്കുന്നു. എന്നെ ഞാൻ തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജന്മമെടുക്കുന്നു. അല്ലയോ അർജുന, എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ജന്മമെടുക്കും. ഭഗവാന് കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ട് എന്തിനു വേണ്ടിയിട്ടാ ജന്മം എടുക്കണേ. നമുക്കും തീരുമാനമുണ്ട്. എന്താ തീരുമാനം? എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടുണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും വലിയ. എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടുണ്ട്, എന്താന്ന് അറിയൂല. ഭഗവാൻ അങ്ങനെയല്ല. എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പൊ കൃത്യമായിട്ട് തീരുമാനമുണ്ട്. ഭഗവാൻ എപ്പോഴാ ജന്മം എടുക്കുക? എപ്പോഴൊക്കെയാണോ ഭഗവാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു സഹയജ്ഞ ഭാവനയുടെ ഒരു ധർമ്മമുണ്ട്, വ്യവസ്ഥിതി, ശാസന വ്യവസ്ഥിതി. ആ ധർമ്മത്തിന് എപ്പോൾ ഗ്ലാനി സംഭവിക്കുന്നോ അപ്പോൾ അധർമ്മം. ഗ്ലാനി എപ്പോഴാണ് സംഭവിക്കുക? അധർമ്മം വളരുമ്പോൾ ധർമ്മത്തിന് കുറവുണ്ടാകും. ധർമ്മ വ്യവസ്ഥയ്ക്ക് കോട്ടം തരും, ധർമ്മത്തിന് ക്ഷതമുണ്ടാകും. അപ്പോൾ അധർമ്മം വർദ്ധിക്കും. അധർമ്മം ലിമിറ്റിൽ കൂടുതൽ വർദ്ധിച്ചാൽ അതിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ജന്മമെടുക്കും. അതാണ് അഭ്യുത്ഥാനം എന്ന് പറഞ്ഞാൽ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തദാത്മാനം സൃജാമ്യഹം. അപ്പോൾ ഭഗവാൻ ജന്മമെടുക്കുന്നു. ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് പുഷ്ടിയും ഉണ്ടാകുന്ന സമയത്ത് എപ്പോൾ സംഭവിക്കുന്നു അപ്പോഴൊക്കെ എന്നാ പറഞ്ഞിരിക്കണം. എപ്പോഴൊക്കെ ഉണ്ടാകുന്ന ധർമ്മത്തിന് ഗ്ലാനി അപ്പോഴൊക്കെ ജന്മമെടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? അതും ലക്ഷ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ ജന്മം എടുക്കുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ സംസ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധൂനാം പരിത്രാണായ,
സാധുക്കളെ, സന്മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ അഥവാ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദുഷ്കൃതാം വിനാശായ ദുർജനങ്ങളെ നശിപ്പിക്കുവാനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, ധർമ്മത്തെ നിലനിർത്തുന്നതിനായിക്കൊണ്ട് യുഗേ യുഗേ സംഭവാമി, യുഗം തോറും ഞാൻ ജന്മമെടുക്കും. അപ്പൊ ഓരോ യുഗത്തിലും ജന്മം എടുക്കണം. ഒരു മന്വന്തരത്തിൽ തന്നെ എത്ര ചതുർയുഗമുണ്ട്? 72 ചതുർയുഗമുണ്ട്. ഇനി ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ തന്നെ 4 യുഗങ്ങളാണ്. അപ്പോൾ അതിലുള്ള ഓരോ യുഗത്തിലും ഭഗവാൻ, കാരണം അപ്പോഴൊക്കെ ഈ മനുഷ്യൻ അസ്വാതന്ത്ര്യമായിട്ട് ജനിക്കുക, ബാക്കി ജീവജാലങ്ങളൊക്കെ അതിൻ്റെതായ നേച്ചർ അനുസരിച്ച് ജീവിക്കാൻ പറ്റും. അതിന് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും തീരുമാനം എടുക്കലൊന്നും നടക്കില്ല. പ്രകൃത്യാ ഉള്ള സംഭവങ്ങൾ അപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കും, ഒന്നും ബാക്കി വയ്ക്കൂല. അതൊരു റൊട്ടേഷൻ പോലെ ഇങ്ങനെ നടക്കും. അത് പ്രകൃതിയാ തന്നെ എന്താണ് നടക്കേണ്ടത് അത് അങ്ങനെ നടത്തും. അത് മറ്റ് ജീവജാലങ്ങളെ കൊണ്ടാരും ധർമ്മത്തെ വ്യവസ്ഥിതിക്ക് ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാക്കലോ ഇല്ലെങ്കിൽ ഒരിടത്ത് ക്ഷതം ഉണ്ടാകുമോ കൂടുതലുണ്ടാകുമോ ഒന്നും ഇല്ല. മറ്റ് മനുഷ്യൻ മാത്രമാണ് ഈ ധർമ്മ വ്യവസ്ഥിതി അനുസരിച്ച് ജീവിക്കേണ്ടത്. ധർമ്മത്തിന് ക്ഷതം വരാതെ നോക്കേണ്ടതും ധർമ്മത്തിന് ക്ഷതം വരുത്തുന്നതും മനുഷ്യനാണ്. അത് അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അസ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരവരുടെ കർമ്മബന്ധനങ്ങൾ അവരവർ തീർക്കാൻ ശ്രമിക്കുകയോ ഇല്ലെങ്കിൽ അതിന് അനുസരിച്ച് ജീവിക്കുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ പേര് കൂടി ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ധർമ്മത്തിന്, അതായത് ട്രഡീഷൻ പാലിക്കാതിരിക്കുക, സംസ്കാരം കുലധർമ്മം പാലിക്കാതിരിക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സനാതന ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകും. സനാതന ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടായാൽ അവിടെ അധർമ്മം വർദ്ധിക്കും. 1-ാം അധ്യായത്തിൽ അർജുനൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഏതൊരു മനുഷ്യനാണോ സനാതന ധർമ്മം പാലിക്കപ്പെടാതിരിക്കുന്നത്, ആ കുലധർമ്മം പാലിക്കപ്പെടാതിരുന്നാൽ അവിടെ അധർമ്മം വർദ്ധിക്കും. അധർമാവി ഭവാത് കൃഷ്ണ പ്രതിശുന്തി കുലശ്രീയാം സൃഷ്ടു ദുഷ്ടാസു ഭസ്നയ ജായതേ വർണ്ണസങ്കര. എന്തായാലും സജ്ജനങ്ങൾക്കും ദുഷ്ടജനങ്ങൾക്കും ജന്മം നൽകുന്നത് സ്ത്രീകൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് എവിടെ അധർമ്മം അതിക്രമിക്കുന്നോ ആ കുലത്തില് അധർമ്മികൾക്ക് ജന്മം നൽകും എന്നർത്ഥം. അപ്പോൾ വീണ്ടും അധർമ്മം വർദ്ധിക്കും. അത് ലിമിറ്റ് കൂടുതലായാലോ ഒരു പരിധി വരെയൊക്കെ ഭഗവാൻ മിണ്ടാതിരിക്കും, സ്വസ്ഥമായിട്ടിരിക്കും. പക്ഷേ അത് കൂടുതൽ പ്രശ്നമാണ്. ഈ ടോട്ടൽ ലോകത്തിന് തന്നെ നാശമുണ്ടാകുന്നു എന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഭഗവാൻ ആക്ഷൻ എടുക്കും. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജന്മമെടുക്കും. ആര് മുഖേനയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചത് അവരെ ദുർജനങ്ങളെന്ന് പറയാം. കുറച്ച് പേര് ഏത് കാലത്തായാലും ഉള്ള കുറച്ച് സജ്ജനങ്ങളുണ്ടാവും. ധർമ്മത്തെ ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സഖയജ്ഞ പ്രജാശിഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം മേഷോസ്തുട്ട കാമദഗ്ധം ഭഗവാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ വ്യവസ്ഥിതി അനുസരിച്ചുകൊണ്ട് തന്നെ നിജപ്പെടുത്തി വെച്ചിരിക്കുന്ന ധർമ്മവ്യവസ്ഥിതിയുണ്ട്. ആ സഖയജ്ഞ ഭാവന എന്ന് പറഞ്ഞാൽ വേണ്ടാത്തവരിൽ നിരീശ്വരവാദിയിലും യുക്തിവാദിയിലും ഭക്തിവാദിയിലും കള്ളനിലും സജ്ജനങ്ങളിലും എല്ലാത്തിലും ഒരേപോലെ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ധർമ്മത്തിന്റെ വ്യവസ്ഥിതി കുറച്ച് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നർത്ഥം. കാരണം സൃഷ്ടിയുടെ പരിപാലനത്തിന്റെ വ്യവസ്ഥിതി അതാ. സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങൾ പോലും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് ആ ഒരു വ്യവസ്ഥിതി തന്നെ. അതിന് ഭ്രമണപഥം വിറ്റിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് സ്വയം കറങ്ങുകയും സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുകയൊക്കെ ചെയ്യാൻ ഭൂമി തന്നെ അങ്ങനെയാണല്ലോ നിലനിൽക്കുന്നത്. സ്വയം കറങ്ങുന്നുണ്ട്, അപ്പം തന്നെ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. അത് കൃത്യ അകലത്തില് ഭ്രമണപഥം ഉണ്ട്, അത് വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമി തന്നെ സ്വയം കറങ്ങുകയാണെങ്കിൽ തന്നെ സ്വന്തം അച്ചുതണ്ടിലാണ് കറങ്ങുക. അപ്പൊ അവിടെയും തോന്നിയാസമൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ധർമ്മത്തിന്റെ വ്യവസ്ഥിതി ഭഗവാൻ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതിൽ നിന്ന് പുറത്തു പോകാൻ ആർക്കും സാധ്യമൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ വരെ ഇളക്കാൻ ശ്രമിക്കും. അതുപോലും അപ്പോഴാണ് ഈ ബാലൻസ്, അതായത് ഈശ്വരൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ബാലൻസും കൂടെ തെറ്റാൻ തുടങ്ങുന്ന അവസ്ഥ ഉണ്ടായാൽ
അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇഷ്ടമുള്ള ശരീരം എടുത്തുകൊണ്ട് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഏത് യുഗത്തിലും ജന്മമെടുക്കും. വന്നിട്ട് എന്താ ചെയ്യുക? ദുർജനങ്ങളെ ഇല്ലാതെയാക്കും. സജ്ജനങ്ങൾ മുഖേനയാണ് ധർമ്മത്തിന് ക്ഷതം വരാതെ കാത്തു സംരക്ഷിക്കപ്പെടുക. അതുകൊണ്ട് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഭഗവാൻ വരുന്നത്. ഇത് ഏത് യുഗത്തിലാണേലും സംഭവിക്കും. അവിടെ വ്യവസ്ഥിതി, ഓരോ യുഗത്തിലും വ്യവസ്ഥിതിയുണ്ട്. ധർമ്മത്തിന്റെ വ്യവസ്ഥിതി സത്യയുഗത്തിൽ 100% ധർമ്മ വ്യവസ്ഥിതിയുണ്ട്. സത്യയുഗം എന്നാ തന്നെ പറയുക. അത് 4 കാലുണ്ടെങ്കിൽ ധർമ്മത്തിന് 4 കാലും ഒരേപോലെ നിൽക്കും, ബാലൻസ് ചെയ്ത് നിൽക്കും. അവിടെ ഭഗവാൻ അവതരിച്ചു വരേണ്ട ആവശ്യകതയില്ല. പിന്നെ ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ 75% ധർമ്മവും 25% അധർമ്മവും വന്നു. 75% 4 കാലുള്ളത് ഈ ധർമ്മത്തിന്റെ, 3 കാല് ധർമ്മത്തിലാണ് നിൽക്കുക, 1 കാല് അധർമ്മത്തിലാണ്. അപ്പോഴാണ് ശ്രീരാമനും പരശുരാമനും കൂടുതൽ അവതാരങ്ങളും ഉണ്ടായിട്ടുള്ളത്. വാമനായിക്കോട്ടെ, ഇങ്ങനെ കപിലാവതാരമായിക്കോട്ടെ, എല്ലാം ഈ ത്രേതായുഗത്തിലേക്ക് വന്നപ്പോഴാണ് അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ 25% ധർമ്മത്തിന് ക്ഷതം വരാൻ തുടങ്ങി. അപ്പോൾ അതിനെ പുനഃസ്ഥാപിക്കാൻ 100% ബാലൻസ് ചെയ്ത് നിന്നാലേ ലോകം നടക്കൂ. അപ്പോൾ 75% ധർമ്മത്തിന്റെ വ്യവസ്ഥിതി ഉണ്ടാകും. ഈ 25% അധർമ്മികള് 75% ധർമ്മത്തെ തന്നെ തൊട്ട് കളിക്കാൻ തുടങ്ങും. അതിന് ക്ഷതം വരെ വ്യവസ്ഥിതി അനുസരിച്ച് ബാലൻസ് ചെയ്യുമോ, അത് മാത്രമേ ഭഗവാൻ ശ്രദ്ധിക്കുള്ളൂ. പ്രകൃത്യാ തന്നെ 75% ധർമ്മം ത്രേതായുഗത്തിലുണ്ടെങ്കിൽ അതിനെ തൊട്ട് കളിക്കുമ്പോഴാണ് ശ്രീരാമനെ പോലുള്ളവരൊക്കെ വന്നിട്ടുള്ളൂ. 25% അധർമ്മ ജയൻ അത്രേസന യുഗത്തിന്റെ മാറ്റം അനുസരിച്ചുകൊണ്ട്. അതേപോലെ ദ്വാപര യുഗത്തിലേക്ക് വന്നാൽ 50-50 ആണ്. അവിടെയാണ് പ്രകൃതിയും പുരുഷനും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. അവിടെയും 50% ഉള്ള ധർമ്മവ്യവസ്ഥത തൊട്ട് കളിക്കാൻ തുടങ്ങിയാൽ അവിടെ ഭഗവാൻ പൂർണ്ണാവതാരമൊക്കെ എടുത്തു വന്നിരിക്കുന്നത് ദ്വാപരയുഗത്തിലാണ്. ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനുഷ്യൻ തന്നെയാണ് 50%-നെ പോലും ബാലൻസ് തെറ്റിക്കുക. നമ്മുടെ തന്നെ ശരീരത്തിന്റെ നമുക്ക് ജന്മം കിട്ടുമ്പോൾ തന്നെ 50%, ഈ പ്രകൃതിയുടെ സൃഷ്ടി തന്നെ 50-50 ദൈവിക സമ്പത്ത് 50%. അത് ഏത് യുഗത്തിലാണെങ്കിലും അങ്ങനെയാ ജന്മം. പക്ഷേ ആ വ്യവസ്ഥിതി ഒരിക്കലും ബാലൻസ് തെറ്റിക്കില്ല സത്യയുഗത്തില്. കുറേശ്ശെ തെറ്റിക്കാൻ തുടങ്ങി ത്രേതായുഗത്തിലെത്തിയപ്പം. പിന്നെ കൂടുതൽ തെറ്റിക്കാൻ തുടങ്ങി 50-50% ഒക്കെ തെറ്റിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? അത് ദ്വാപരയുഗത്തിൽ. അപ്പോഴാ ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തു വന്നു. അതിലാണ് ഈ വ്യവസ്ഥിതി പോലും വ്യക്തമാക്കുന്നത് ദ്വാപരയുഗത്തില് അന്ത്യകാലത്താണ്. ഞാൻ എന്തിനാണ് ജന്മം എടുക്കുന്നത്, എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? ഇപ്പൊ അർജുന അതൊക്കെ ടോട്ടലി ആ ജ്ഞാനമാർഗത്തെ അർജുനന് വേണ്ടിയിട്ട് പറയുമ്പോഴാണല്ലോ നമ്മൾ തന്നെ അറിയണം. വ്യാസദേവൻ പോലും കൂടുതൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നത് ദ്വാപരയുഗത്തിലാണ്. ഈ പുരാണങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ. കലിയുഗത്തിൽ വ്യാസനെ കാണാനില്ല. ദ്വാപരയുഗത്തിലാണ് ഇതൊക്കെ സമ്പന്നമാക്കിയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വ്യവസ്ഥിതി എന്താ? അവിടെയൊക്കെ ബാലൻസ് ചെയ്യപ്പെട്ടു. ഭഗവാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ നടപ്പാക്കി. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ യുദ്ധം തന്നെ അരങ്ങേറുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥ 25% ഉള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ഭഗവാൻ കൃത്യമായിട്ട് ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടായപ്പം അത് ഇഷ്ടമുള്ള ശരീരം എടുത്ത് ഇഷ്ടമുള്ള ആളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എവിടെ ജനിക്കണം, എന്താകണം, ആരൊക്കെ കൂടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പദക്രമം അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആ യുഗത്തിലും ദ്വാപര യുഗത്തിലും വന്ന് അവതരിച്ചു. അത് നടപ്പാക്കി. അതിൻ്റെ ഒരു ഭാഗമാണ് ഗീതോപദേശം പോലും. ഇനി കലിയുഗത്തിലേക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന കലിയുഗത്തിൽ 5200 വർഷമായിട്ടുള്ളൂ. ഭഗവാൻ ഏത് നിമിഷം തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു പോയോ ആ നിമിഷം തൊട്ട് കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിന്റെ വ്യവസ്ഥ എന്താ? 75% അധർമ്മവും 25% ധർമ്മവുമാണ്. ഇപ്പൊ കലിയുഗത്തിൽ ഭഗവാൻ അവതരിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. അവതരിക്കാൻ ഇനി എത്രയോ കാലം കിടക്കുന്നു. 4,32,000 വർഷമാണ്
അത് 4 പാദം എന്ന് പറഞ്ഞാൽ തന്നെ 1,80,000 വർഷമാണ് ഒരു പാദം. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നത് 5200 വർഷമായിട്ടുള്ളൂ കലിയുഗം തുടങ്ങിയിട്ട്. ഇനിയും ഒന്നാമത്തെ പാദത്തിൽ ആദ്യത്തെ സ്റ്റെപ്പിലായിട്ടുള്ളൂ. ഇനിയും എത്രയോ കാലം, 8000 വർഷമായാൽ തന്നെ പിന്നെ 1,00,000, ആദ്യത്തെ പാദത്തിൽ തന്നെ 1,00,000 വർഷം പിന്നെയും ബാക്കിയാണ്. അപ്പൊ കലിയുഗത്തിലാണെങ്കിലും ഭഗവാൻ അവതരിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇവിടെയും ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചാൽ ഇവിടെയും ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത് പ്രത്യേകം ഒരു ശരീരം എടുത്തുകൊണ്ട് വരില്ല. കാരണം 75% ആ ധർമ്മം ആത്തറൈസ്ഡ് ആണ്. എന്ത് നിയമം ഉണ്ടാക്കിയാലും ഏത് പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, കോടതി ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. 75% ആർക്കും അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ പറ്റില്ല. എന്ത് ന്യായീകരണം കൊടുത്താലും ഏത് കേസ് കൊടുത്താലും കാര്യമൊന്നുമില്ല. 75% ഈ ലോകത്ത് അധർമ്മമേ നടക്കൂ. ഇത് ഈശ്വരന്റെ വ്യവസ്ഥിതിയിലുള്ളതാണ്. പക്ഷേ ഈ കലിയുഗത്തിലാണേലും വേണ്ടില്ല, ലോകം നടക്കുന്നത് ധർമ്മത്തിന്റെ, ഈശ്വരൻ നിക്ഷേപിച്ചിരിക്കുന്ന ധർമ്മത്തിന്റെ വ്യവസ്ഥിതി 25% ഉള്ളൂ. ഈ 25% ആരെങ്കിലും തൊട്ട് കളിച്ചാൽ അപ്പൊ ഭഗവാൻ അവന്റെ ഉള്ളിൽ അവതരിക്കും. പ്രത്യേക രൂപമൊന്നും എടുത്തുകൊണ്ട് വരില്ല. കാരണം അനേക അംശന്മാരാ, അനേകം രാവണന്മാരാ, അനേക ശിശുപാലന്മാരാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ ബോംബൊക്കെ പൊട്ടിക്കണത് അധർമ്മത്തിന്റെ ഭാഗം തന്നെയാ. ഇത് രണ്ടു കൂട്ടരും ധർമ്മമൊന്നും പാലിക്കൊന്നുമില്ല. പറയുമ്പോ ഇങ്ങനെ പറയാന്നുള്ളൂ. ഏത് കാലത്താണെങ്കിലും അർജുനൻ പറഞ്ഞു ഓർത്തോണ്ടിരിക്കുക, ഏത് കാലത്തായാലും വേണ്ടില്ല, യുദ്ധമുണ്ടായോ അത് ലോകത്തിന് തന്നെ സാംസ്കാരിക തകർച്ച ഉണ്ടാക്കും. അപ്പം ഏത് കാലത്തായാലും യുദ്ധത്തെ അർജുനൻ പോലും, ഒരു ദ്വാപരയുഗത്തിലുണ്ടായ ഈ മഹാഭാരത യുദ്ധത്തെ പോലും അതേപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട് യുദ്ധമുണ്ടായാൽ അത് കുലധർമ്മ, സനാതനമായിരിക്കുന്ന കുലധർമ്മങ്ങളുടെ അപചയം ഉണ്ടാകും എന്നുള്ള അതില്ലാതെ വരും. അല്ലെങ്കിൽ തന്നെ കലിയുഗത്ത് 75% അധർമ്മമാണ് നടക്കുക. സനാതന ധർമ്മത്തിന്റെ ട്രഡീഷൻ പാലിക്കുന്നവരില്ല. ബ്രാഹ്മണനും ഇല്ല, ക്ഷത്രിയനും ഇല്ല, വൈശ്യനും ഇല്ല, ശൂദ്രനും ഇല്ല, ടോട്ടലി മനുഷ്യനും ഇല്ല. നിത്യ നരകത്തിൽ ഔത്സന്ന കുലധർമ്മാണം മനുഷ്യാണാം ജനാർദ്ദന നരകേ നീതം വാസുഭവതീത്തിന് ശുശ്രുമ എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചുറ്റും നിത്യ നരകത്തിലെല്ലാവരും. ഇപ്പൊ ലോകം മുഴുവൻ നരകത്തിലാണ് അല്ലേ? യുദ്ധവും അടിപിടി ഇല്ലാത്ത ഏത് ദേശത്താണ് ഉള്ളത്? ഒന്നുകിൽ 2 ദേശങ്ങൾ തമ്മിൽ, ഇല്ലെങ്കിൽ ആഭ്യന്തര കലകം. എന്തൊക്കെയാ നടക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75% അധർമ്മത്തിന്റെ ഭാഗമായിട്ട് അധർമ്മം വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേറ്റത്തെത്തും. കലിയുഗത്തിന്റെ അവസാനത്തെ പാദത്തിലാണ് കൽക്കിയായിട്ടൊക്കെ അവതരിക്കും. പിന്നെ അതുവരെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും. അപ്പൊ കലിയുഗത്തിലാണെങ്കിൽ നമ്മൾ ആരാണോ, ഇല്ലെങ്കിൽ ഒരു പ്രദേശത്തായാലും വേണ്ടില്ല, 25% തൊട്ട് കളിച്ചാൽ, ധർമ്മത്തിന്റെ വ്യവസ്ഥിതിയെ തൊട്ട് കളിച്ചാൽ അവിടെ അത്തറൈസേഷന് മുകളിൽ പോവും ആ ധർമ്മം. അപ്പൊ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പഞ്ചഭൂതങ്ങളെ കൊണ്ട്, ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, ഇതും കൊണ്ടായിരിക്കും പൊതുവായിട്ടുള്ള അധർമ്മത്തിന്റെ വ്യവസ്ഥിതി ലിമിറ്റ് കൂടുതൽ വളർന്നാൽ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ ലിമിറ്റ് കൂടുതൽ അധർമ്മം ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ യുദ്ധത്തിന്റെ മുഖത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഉണ്ടാകുന്നത് അവിടെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുക, അതാണ് അവസ്ഥ. അതിൽ നിരപരാധികൾ കൊല്ലപ്പെടില്ലേ? നിരപരാധിയൊന്നും ആരുമില്ല. നമ്മളൊക്കെ ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്നത് തന്നെ കർമ്മബന്ധനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ചിലരുടെ യോഗത്തിൽ ഇങ്ങനെ യുദ്ധത്തിലാണ് മരിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ മരിക്കും. പണ്ടത്തെ പോലെ അല്ലല്ലോ. ദ്വാപരയുഗത്തില് ഈ യുദ്ധം നടന്ന പോലെയൊന്നും അല്ല ഇപ്പം നടക്കണത്. ഇപ്പം ഏകദേശമൊക്കെ അതേ രീതിയിലാന്നൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, അവിടെ നേരിട്ടല്ല നടക്കുക. വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ബോംബിടുക, അവിടെ കുറെ ആൾക്കാർ മരിക്കുക, കുറെ കെട്ടിടങ്ങൾ തകരുക, ഇതൊക്കെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഡിസ്ട്രോയും ഉണ്ടാകും, ഡിസ്ട്രക്ഷനും ഉണ്ടാകും, ഒപ്പം തന്നെ ഡിസ്റ്റർബ്ഡ് ആകും. കുറെ പേര് പരിക്ക് പറ്റി കിടക്കും,
കുറേ പേര് ഡിസ്ട്രോയ് ആയിപ്പോവും. ഡിസ്ട്രോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളും മനുഷ്യ മാത്രമല്ലല്ലോ, മറ്റ് ജീവജാലങ്ങളും ഡിസ്ട്രോയ് ആയിപ്പോവും. ചില കെട്ടിടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രഹങ്ങളൊക്കെ ഡിസ്ട്രോയ് ആയിപ്പോവും, സ്ഥാപനങ്ങൾ ഡിസ്ട്രോയ് ചെയ്യും, ക്ഷേത്രം വരെ ഡിസ്ട്രോയ് ആയിപ്പോവും, ആരാധനാലയങ്ങൾ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പോൾ ഡിസ്റ്റർബ് ആൻഡ് ഡിസ്ട്രോയ്, ഇതാണ് വ്യവസ്ഥിതി. എന്താ കാരണം? ലിമിറ്റ് കൂടുതൽ അധർമ്മം വളർന്നാൽ അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കലിയുഗത്തില് ഇങ്ങനെയായിരിക്കും ഭഗവാന്റെ അവതാരം ഉണ്ടാക്കുക. ഇനി ഇൻഡിവിജ്വലി നമ്മൾ നോക്കിയാൽ നമ്മുടെ ഉള്ളിലും 25% ധർമ്മമുള്ളൂ. ആ 25% നമ്മൾ പാലിക്കപ്പെടുന്നില്ല, അതിൽ തൊട്ട് കളിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അവതരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ അതേ ശക്തി തന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, നേരെയാകാൻ ഒരവസരം തരും. എന്നിട്ടും നേരെയാകുന്നില്ല എന്നുണ്ടെങ്കിലോ, നമ്മുടെ സ്വഭാവം നമ്മൾ മാറ്റാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഡിസ്ട്രോയ് ചെയ്യും. പാശ്ചാത്യർ പോലും കോഡെന്ന് വിളിച്ചത് അതാ, G ഫോർ ജനറേറ്റ്, O ഫോർ ഓർഗനൈസ്, D ഫോർ ഡിസ്റ്റർബ് ആൻഡ് ഡിസ്ട്രോയ്. അവസ്ഥാത്രയം സംഭവിച്ചുകൊണ്ടിരിക്കും, നിമിഷം സംഭവിക്കും. അത് പ്രകൃതിയുടെ ചലനത്തിന് ഒരു വ്യവസ്ഥിതി ഉണ്ട്, ആ വ്യവസ്ഥിതി അനുസരിച്ചാണ് നടക്കുക എന്നർത്ഥം. അതാണ് സംഭവാമി യുഗേ യുഗേ. സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കേണ്ട സ്ഥലത്ത് സംഭവിക്കേണ്ടതുപോലെ സംഭവിച്ചിരിക്കും. ഏത് യുഗത്തിലാണെങ്കിലും ഏത് കാലത്താണെങ്കിലും ഈശ്വരൻ നിശ്ചയിക്കുന്ന വ്യവസ്ഥിതി അനുസരിച്ച് നടക്കൂ എന്നർത്ഥം. അത് നമ്മൾ അറിയാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അസ്വാതന്ത്ര്യരാകെ പോകുന്നത്. മായയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോന്നിയാസം ജീവിക്കും, എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന കൺസിക്വൻസീസ് ഒന്നും നമ്മൾ അറിയുന്നില്ല. അത് നമുക്ക് അസ്വാതന്ത്ര്യത സൃഷ്ടിക്കുക ചെയ്യാം. ട്രഡീഷൻ പാലിച്ചാലോ? ട്രഡീഷൻ പാലിച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഈശ്വര ശക്തികളും ശരീരത്തുള്ളതൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ജീവിക്കും. അവനാണ് സജ്ജനങ്ങളുടെ പട്ടികയിൽ വിടും. അങ്ങനെയുള്ളവരെ ഭഗവാൻ സഹായിക്കുകയും ചെയ്യും. നമ്മൾ അസ്വാതന്ത്ര്യരായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷെ സ്വാതന്ത്ര്യത ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ പറഞ്ഞിരിക്കുന്ന ആ ധർമ്മ വ്യവസ്ഥിതി, സനാതന ധർമ്മം പാലിക്കണം. മനുഷ്യന്റെ കുലധർമ്മം പാലിക്കണം എന്നർത്ഥം. ഇന്ന് കലിയുഗം ആയതുകൊണ്ട് നമുക്ക് ഈ വർണ്ണ വ്യവസ്ഥിതിയിലുള്ളതൊന്നും ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആരും പാലിക്കുന്നില്ല, പാലിക്കപ്പെടുകയില്ല. എത്രയൊക്കെ നമ്മൾ വരച്ച വരയിൽ നിർത്താൻ നോക്കിയാലും ആരും പാലിക്കില്ല. എന്തെങ്കിലും ചെയ്താൽ തന്നെ അതൊക്കെ ഓഡിയോയും വീഡിയോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, വേഷം കെട്ടിയിട്ട്, അല്ലേ? അതൊക്കെ ഭൗതിക പേരിനും പ്രശസ്തിക്കും കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെയൊക്കെ ചെയ്യണം, ഇല്ല ഇങ്ങനെയൊക്കെ ആ ട്രഡീഷൻ പാലിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കാട്ടിക്കൂട്ടലായാൽ അവിടെ ധർമ്മത്തിന്റെ വ്യവസ്ഥിതി അല്ല നടക്കുക. അവൻ അങ്ങനെ ചെയ്യുന്ന ഒരു സജ്ജനങ്ങളുടെ ദൃഷ്ടിയിലും പെടില്ല. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് അർജുനൻ പറഞ്ഞത്, കലിയുഗത്തിൽ ഇങ്ങനെയുള്ളവരെ ഉള്ളൂ. ആരാണോ ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസു ഭവദീത്തിനു അനുസൃമ. ഏതൊരു മനുഷ്യനായിരിക്കുന്നോ സനാതന ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ട്രഡീഷൻ, മനുഷ്യ കുലധർമ്മ വ്യവസ്ഥിതിയുണ്ട്. അതാണ് ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞത്. നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യണം. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഞാനെന്ന ഭാവം, കർത്തൃത്വ അഭിമാനമില്ലാതെ യജ്ഞഭാവനയോടെ ചെയ്യണം. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതന്നെ സഹയജ്ഞ ഭാവനയോടെയാണ്. ആ ഭാവന എന്താണെന്ന് ഉള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭാവനയിൽ പ്രവർത്തിക്കണം. അങ്ങനെയുള്ളവരെയാണ് സനാതന ധർമ്മത്തിന്റെ പാലകര്, സജ്ജനങ്ങൾ എന്ന് പറയാം. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അക്ഷരം പ്രതി ആരാണോ അനുസരിക്കുന്നത് അവർ സജ്ജനങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടും. പിന്നെ ഭഗവാൻ എന്തെങ്കിലും ആയുഷ്യം എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ സനാതന ധർമ്മത്തെ പാലിക്കപ്പെടുന്നവരെ പാലിക്കപ്പെടാതിരിക്കാനുള്ള വ്യവസ്ഥ ചെയ്യുന്നത്, അവരെ പ്രതിബന്ധം ഉണ്ടാക്കുന്നത് ആരാ? ദുർജനങ്ങള്. ആ സ്വഭാവമുള്ളവർ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ ധർമ്മവാർത്തയിൽ പ്രവർത്തിക്കുന്നത് അതിന് പ്രതിസന്ധി ഉണ്ടാക്കും.
നിങ്ങളെ യഥാർത്ഥ സജ്ജനങ്ങളുടെ ട്രഡീഷൻ പാലിക്കാൻ അനുവദിക്കാതിരുന്നാൽ ഒരേ കുടുംബത്തിൽ തന്നെ ദുർജനം ഉണ്ടാവും, സജ്ജനം ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ ദുർജനങ്ങളാകുന്നതും സജ്ജനങ്ങളാകുന്നതും ഈ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും ട്രഡീഷൻ പാലിക്കാതിരിക്കുന്നതും വേണ്ട വ്യവസ്ഥ ഈശ്വരൻ പറഞ്ഞ കേൾക്കാതിരിക്കുന്നതും മനുഷ്യൻ മാത്രമുള്ളൂ. ബാക്കി ജീവജാലങ്ങളൊക്കെ അതിൻ്റെ വ്യവസ്ഥിതി അനുസരിച്ച് സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളും അതിനൊക്കെ വിധിച്ചിരിക്കുന്ന ആ കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സൂര്യന് പറഞ്ഞു കൊടുത്ത യോഗം ഇന്നും കൃത്യമായിട്ട്, സൂര്യന്റെ പരമ്പരയിലൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഇന്നും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരേ ശക്തിയുള്ളൂ സൂര്യൻ മാത്രം. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ശരിക്കും മുഖ്യ ഊർജത്തിന്റെ സ്രോതസ് സൂര്യനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഞാൻ തന്നെയാണ് സൂര്യൻ എന്ന് പറഞ്ഞത്. ആ സൂര്യന് തന്നെ 12 മാസങ്ങളിൽ 12 പേരിലാണ് സൂര്യൻ അറിയപ്പെടുക. ദ്വാദശാദിത്യന്മാരെന്നാ പറയാം. നമ്മളൊരു രാശി വരച്ചാൽ തന്നെ 12 രാശിയിലും 12 ഭാവത്തിലാ സൂര്യൻ നിൽക്കുക. സൂര്യനാ നവഗ്രഹങ്ങളിൽ സൂര്യനാ സെൻട്രലൈസ് ചെയ്ത് നിൽക്കുക. മറ്റ് ഗ്രഹങ്ങളുടെ ശക്തി പോലും സൂര്യനിലേക്ക് ആകർഷിച്ചിട്ട് അതാണ് വിതരണം ചെയ്യുക, പ്രകൃതിയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ സൂര്യൻ ഇത് കൃത്യമായിട്ട് പിഴയ്ക്കാതെ കൃത്യമായിട്ട് ഈ യോഗം നടപ്പാക്കുന്നത് സൂര്യനാണ്. ധർമ്മത്തിന്റെ വ്യവസ്ഥിതിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന, ധർമ്മത്തിന്റെ വ്യവസ്ഥിതി കോട്ടം വരാതിരിക്കാൻ മുഖ്യ പങ്ക് വഹിക്കുന്നത് സൂര്യനാണെന്ന് പറയും. ബാക്കി പാരമ്പര്യയിൽ അതൊക്കെ പകർന്നു കൊടുത്തെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ സൂര്യൻ ഇന്നും പാലിക്കണം. ഒരു കൽപ്പാന്തകാലം മുഴുവൻ സൂര്യനാണ് സൃഷ്ടിയുടെ പരിപാലനത്തിന്റെ മുഖ്യ ആണിക്കല്ലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യം സൂര്യൻ ഇത് ഉപദേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ സൂര്യന് കീഴിലേക്ക് വരുംതോറും താഴേക്ക് വരുംതോറും അതിൻ്റെ യുഗവ്യവസ്ഥിതി അനുസരിച്ച് കൊണ്ട് അത് ബാലൻസ് തെറ്റാൻ തുടങ്ങി. എപ്പോൾ ബാലൻസ് തെറ്റുന്നോ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആക്ഷൻ എടുക്കും. ഇതാണ് 10 സൃഷ്ടിയുടെ തന്നെ വ്യവസ്ഥിതി. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നിൽക്കുമ്പോൾ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നും, നിർഗുണ പരപരമായിട്ട് നിൽക്കും. 10 സൃഷ്ടിയിലും ബാക്കി 8 വരെ സൃഷ്ടിയുള്ളതൊക്കെ യഥാവിധി പ്രവൃത്തി, കാമധേനുവിനെ പോലെ ആ പ്രോസസ്സ് നടക്കും. 9ാമത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യനാണ് ഈ ധർമ്മത്തിന്റെ വ്യവസ്ഥിതി യഥാവിധി പാലിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം, ധർമ്മത്തിന് ക്ഷതം വരാതെ കാത്ത് സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. മനുഷ്യനാണ് ധർമ്മ വ്യവസ്ഥിതിക്ക് കോട്ടം വരുത്തുന്നത്. അപ്പൊ അതിൽ 2 കാറ്റഗറി ഉണ്ടാവും, ദുർജനങ്ങളും സജ്ജനങ്ങളും ഉണ്ടാവും. കൃത്യമായിട്ട് ധർമ്മ വ്യവസ്ഥിതി അനുസരിച്ച് ജീവിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടാവും. അവർ സജ്ജനങ്ങളുടെ പട്ടിക. അവരെ പോലും ജീവിക്കാൻ അനുവദിക്കാതിരിക്കും ദുർജനങ്ങൾ. അത് കലിയുഗത്തിൽ ഏറ്റവും കൂടുതലായിരിക്കും. അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവരെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പൊ ഇൻഡിവിജ്വലിയും കൂടെ കുറെ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതാണ് പറഞ്ഞത്. ഭഗവാൻ അവതരിക്കാൻ ഇപ്പോൾ ഒരു വേറെ പ്രീ കണ്ടീഷൻസ് ഒന്നുമില്ല. നമ്മുടെ ഉള്ളിലും പുറത്തും 25% ധർമ്മത്തിലാണ് ലോകം നിലനിൽക്കുന്നത്. ആ 25% ക്ഷതം വരാതിരിക്കുന്ന കാര്യം ഭഗവാൻ പുനഃസ്ഥാപിക്കപ്പെടും. എവിടെയായാലും നമ്മുടെ ഉള്ളിൽ തന്നെ 75% നിങ്ങളെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അധർമ്മത്തിന് കൂട്ടു നിൽക്കുവോ, കൂടെ കലരുവോ, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ 25% ധർമ്മത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ലിമിറ്റിൽ കൂടുതൽ സംഘദോഷം കൊണ്ടോ സമ്പർക്ക ദോഷം കൊണ്ടോ നമ്മൾ ധർമ്മത്തിന്റെ വ്യവസ്ഥിതിയിൽ ആ 25%നെ തൊട്ട് കളിക്കാൻ തുടങ്ങിയാൽ നമ്മളിൽ തന്നെ ഭഗവാൻ ഉണ്ട്. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, നേരെയാകാൻ ഒരവസരം നൽകും. എന്നിട്ടും അതിന് എളുപ്പമാണ്. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും ഒരു വിഷമവുമില്ല. ഒന്നുകിൽ ദുഃഖത്രയങ്ങളെ കൊണ്ട് അല്ലെ ബന്ധനത്രയങ്ങളെ കൊണ്ട് കൂട്ടിക്കടിപ്പിച്ചാൽ മതി, ഒരു വിഷമവുമില്ല. നമ്മൾ ഡിസ്റ്റർബ് ആവും. അപ്പോൾ ആ ലിമിറ്റ് കൂടുതലായാലോ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, താപത്രയങ്ങളെ കൊണ്ടോ പ്രാരാബ്ധങ്ങളെ കൊണ്ടും പോലും നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതനുസരിച്ച് ട്രഡീഷൻ പാലിക്കാൻ തുടങ്ങുന്നില്ല എങ്കിൽ, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ധർമ്മത്തിന് ക്ഷതം വരാതിരുത്താൻ വേണ്ടിയിട്ടുള്ള ധർമ്മക്ഷേത്രം കിട്ടിയിട്ട് ആ ധർമ്മക്ഷേത്രം ഉപയോഗിച്ചുകൊണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇതിന്റെ ആവശ്യമില്ല, ഡിസ്ട്രോയ് ചെയ്യും. വീണ്ടും വരും. വീണ്ടും വന്നാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതൊക്കെ മറന്നു.
കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തതെന്ന് വല്ല ഓർമ്മയുണ്ടോ? അന്ന് സജ്ജനായിരുന്നോ ദുഷ്ടജനായിരുന്നോ എന്തായിരുന്നു ചെയ്തു വെച്ചേക്കണം, എന്തൊക്കെയൊക്കെ പ്രാരാബ്ധം ഉണ്ടാക്കി ആരെയൊക്കെ ഡിസ്റ്റർബ് ചെയ്ത്, ഇതൊന്നും ഓർമ്മയില്ല. പുതിയത് വരുമ്പോൾ പുതിയത് പിന്നെയും തുടങ്ങും. പുതിയതെന്നുള്ള കണക്കിലാണ് ചെയ്യുക. പക്ഷേ ചില വാസനാബലമൊക്കെ കിടക്കുന്നത് അങ്ങനെ തന്നെ പറയുന്നു. ജ്ഞാനം സമ്പാദിച്ചാലും കാര്യമില്ല, ചില വാസനാബലമൊക്കെ നമ്മളെ പിന്നെയും സംഘദോഷവും സമ്പർക്കദോഷവും ഒക്കെ ഉണ്ടാക്കും. ഇങ്ങനെ എത്ര എത്ര ജന്മങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? രക്ഷപ്പെടാനുള്ള മാർഗവും കൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അപ്പം നമ്മളിൽ തന്നെ നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത്, പുറത്തുള്ളത് നേരെയാക്കാൻ പോലല്ല, നമ്മളിൽ തന്നെ 25% ധർമ്മത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇതിന് കോട്ടം വരാതെ കാത്തു സംരക്ഷിച്ചോണം. അഥവാ നമ്മൾ എന്തെങ്കിലും അതിൽ തൊട്ട് കളിച്ചാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. എന്നിട്ട് നേരെ ആകുന്നില്ല എന്നുണ്ടെങ്കിലോ ഈ ജന്മം നഷ്ടമാകും. അത് ഏത് തരത്തിലും സംഭവിക്കും. ഭഗവാൻ നേരിട്ട് വന്നിട്ട് ഒന്നും ചെയ്യില്ല. അപ്പം ഈ 9 വിധ സൃഷ്ടിയിലെ 9ാമത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ. 10ാമത്തെ സൃഷ്ടിയിലെ ഡിസ്ട്രോയ് ചെയ്യാറുള്ള വ്യവസ്ഥയാണ്. ആരാണോ ധർമ്മത്തെ തൊട്ട് കളിക്കുന്നത് അവരെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാറില്ല. അതിനുള്ള പരിഹാരം, ധർമ്മത്തിന് ക്ഷതം വന്നാൽ അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥിതിയും 10ാമത്തെ സൃഷ്ടിയിലുണ്ട്. അതാണ് ഡിസ്റ്റർബ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം, ധർമ്മത്തിലേക്ക് തിരിച്ചു വരാം. അത് തിരിച്ചു വരാൻ അവസരം കിട്ടിയിട്ടും തിരിച്ചു വരുന്നില്ലെങ്കിൽ അവനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള വ്യവസ്ഥിതിയൊക്കെ ഭഗവാൻ ചെയ്താണ് വച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ടൊന്നും ആക്ഷൻ എടുക്കേണ്ട. ഒരാൾ ആരാ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് ഇല്ലെങ്കിൽ ധർമ്മത്തിന് വ്യവസ്ഥ തെറ്റിക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ നേരെ വാളെടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. പ്രകൃതി സിസ്റ്റത്തിൽ അങ്ങനെയുണ്ട്. അതൊക്കെ ചെയ്ത് വച്ചിട്ടാണ് ഭഗവാൻ പ്രസന്നചിത്തനായിട്ടിരിക്കണം. നിർഗുണ പരബ്രഹ്മമായിട്ട് കരിങ്കല്ലിൻ്റെ കൂട്ട് ഇവിടെ പ്രസന്നചിത്തനായിട്ടിരിക്കുകയാണ്. ഈ പ്രകൃതിയിലൊക്കെ സഹയജ്ഞ ഭാവനയോടെ വേണ്ട വ്യവസ്ഥിതിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അനുസരിച്ചുകൊണ്ട് നടന്നോളും. എപ്പോഴാണ് ലിമിറ്റ് കൂടുതലാകുന്നത് അപ്പോൾ അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നേരിട്ട് അത് സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ് എപ്പോഴാണ് സംഭവിക്കേണ്ടത് അപ്പം നാർത്ഥം. കലിയുഗത്തിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു അവതാരം എടുത്തു വരാനൊന്നും സമയമായിട്ടില്ല. ഒരു രൂപം ധരിച്ച് ഭഗവാൻ വരില്ല. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി ഇതും കൊണ്ട് ബാലൻസ് ചെയ്യും. അത് ഇൻഡിവിജ്വലി ചെയ്യും, കുടുംബങ്ങളിൽ ചെയ്യും, കുലത്തിൽ ചെയ്യും, പിന്നെ പ്രദേശം മുഴുവൻ ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? അതായത് സന്മാർഗത്തിൽ ചരിക്കുന്നവരെ അഥവാ സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനും അധർമ്മത്തിൽ ചരിക്കുന്ന ദുർജനങ്ങളെ നശിപ്പിക്കാനും ധർമ്മത്തെ നിലനിർത്താനുമായിട്ടുണ്ട് യുഗം തോറും ഞാൻ ജന്മമെടുക്കും. ജന്മം എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ആക്ഷൻ ഉണ്ടാകുന്ന അർത്ഥം. ഭഗവാൻ ഒരിക്കലും പ്രത്യക്ഷത്തിൽ കാണില്ലല്ലോ, അവ്യക്തമാണ്. അപ്പൊ നമുക്ക് ഒരേപോലെ ജീവിച്ചിരിക്കുമ്പോൾ ബാലൻസ് ചെയ്ത് പോകണം എന്ന് മാത്രമല്ല, ഇനി ഒരു ജന്മത്തിലേക്ക് പോകാതിരിക്കണം. അതാണ് ഗീത ഉപദേശത്തിന്റെ മുഖ്യ ഘടകം, മുഖ്യ ലക്ഷ്യം. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ജീവൻ മുക്തിയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഗീതാശാസ്ത്രം പറഞ്ഞേക്കുന്നത്. അതാണ് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ പ്രേരണയാണ്. കർമ്മയോഗം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരീരം കിട്ടിയിരിക്കുന്നത്. അതിനാണ്. അത് കൃത്യധർമ്മത്തിനനുസരണമായിട്ടുണ്ട് കർമ്മത്തെ ചെയ്യാനാണ് ഗീതോപദേശം. ഇതിൽ ശരിക്കും ആ മോക്ഷത്തെപ്പറ്റി സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ രഹസ്യമോ അതിൻ്റെ ക്രിയയോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള മാർഗം, ആ മോക്ഷത്തിലേക്ക് ചെയ്യണമെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല. നിനക്ക് മോക്ഷത്തിൽ എത്താന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് അർഹതയുള്ളതൊക്കെ പറയുന്നു. യോഗ്യതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുന്ന ഉത്തരഗീതയിലേക്ക് പോകുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് ഇനി ഒരു ജന്മമില്ലാതെ വരണം എന്നുണ്ട്. അതായത് കർമ്മബന്ധനങ്ങൾ നമ്മൾ അസ്വാതന്ത്ര്യരായിട്ടാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു. ഭഗവാൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, നമ്മൾ അസ്വാതന്ത്ര്യരായിട്ട്. അപ്പം നമ്മളും നമ്മുടെ കർമ്മബന്ധനങ്ങൾ തീർത്താൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തലാണ് നമ്മുടെ സ്വാതന്ത്ര്യത എന്നർത്ഥം. എന്നാണോ നമ്മളെ ഇങ്ങോട്ട് വിടുമ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ,
എൻ്റെ ശക്തി തന്നെ ഉപയോഗിച്ച് നീ എങ്ങനെ വേണേലും ജീവിക്കാൻ വിരോധമൊന്നുമില്ല. പക്ഷെ എന്നാണോ നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ തോന്നുന്നത് അന്ന് അതിനുള്ള മാർഗത്തെ നീ തന്നെ കണ്ടെത്തി എന്ന് വേണേലും എൻ്റെ അടുത്ത് വരാം. അതും സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ മാർഗത്തെ കണ്ടെത്താൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല, മാർഗം ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഇനി പറയുന്നത്. ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതാ തെക്വാദേഹം പുനർജന്മ നേതി മാം ഏതി സോ അർജുന. നാലാമത്തെ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഭഗവാന്റെ ജന്മവും കർമ്മവും താത്വികമായിട്ട് ആരറിയുന്നുവോ അർജുന അവന് നൈതി മാമേതിസ്വ അർജുന എന്നാ പറഞ്ഞത്. ഹേ അർജുന, മേ ദിവ്യം ജന്മ കർമ്മച, എൻ്റെ ദിവ്യമായ ജന്മവും കർമ്മവും ഏവം തത്വത യാ വേത്തി, ഇപ്രകാരം താത്വികമായിട്ട് ആരറിയുന്നുവോ. ഇപ്രകാരം എന്ന് പറഞ്ഞാൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സുജാമ്യഹ പരിത്രാണായ സാധൂനാം വിനാശായ ചതുർകൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭഗവാന്റെ ജന്മവും കർമ്മവും കൃത്യമായിട്ട് കാർമ്മികമായ തത്വത്തിലൂടെ മനസ്സിലാക്കി ഭഗവാനിൽ നിന്ന് തന്നെ ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ അതനുസരിച്ചുകൊണ്ട് കർമ്മം ചെയ്യാനും പറയും. അങ്ങനെ കർമ്മം ചെയ്ത ധർമ്മം അനുസരിച്ചാൽ പിന്നെ അതുകൊണ്ട് ഇപ്രകാരം താത്വികമായിട്ട് ആരറിയുന്നു പറഞ്ഞാൽ ഭഗവാൻ എപ്രകാരം ചെയ്തു അതുപോലെ എന്നർത്ഥം. ഇപ്പൊ ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വത തെക്വാദേഹം പുനജന്മേതി മാമേതിസ്വ അർജുന. ഈ ഒരൊറ്റ ശ്ലോകത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ചരിതാമൃതം ചർച്ച ചെയ്യുന്നത് പോലും. ഞാൻ പോലും ശ്രീകൃഷ്ണന്റെ ജന്മവും കർമ്മവും ശരിക്കും പഠിച്ചത് ഈ ഒരു ശ്ലോകം ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഭഗവാന്റെ ജന്മവും ദിവ്യമായ ജന്മമാണ്. ആ ജന്മം എടുക്കാനുള്ള മായയെ ജയിച്ചുകൊണ്ടുള്ള ജന്മം ഭഗവാൻ പൂർണ്ണ അവതാരം എടുക്കുന്നതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് ആ ശ്രീകൃഷ്ണ ചരിതാമൃതം ഭാഗവതത്തിൽ തന്നെ 90 അധ്യായം 89 അധ്യായത്തിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വെറുതെ അവതാരം ദിവ്യമായ ജന്മമാണെന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഓരോ ഘട്ടം ജന്മം മുതൽ ജനിക്കുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പ്, ജനിച്ച് വരുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് തൊട്ട് ഓരോ തയ്യാറെടുപ്പും നമുക്ക് കൃത്യമായിട്ട് ദിവ്യമായ ജന്മത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ജനിച്ചിട്ട് നഖി കച്ചി ക്ഷണമവിജാതഷ്ടത്തെ കർമ്മകൃത് കാര്യദേഹ വശകർമ്മ സർവപ്രകൃതി ജൈഗുണ എന്ന് കർമ്മയോഗത്തിൽ പറഞ്ഞത് ഭഗവാൻ കൃത്യമായിട്ട് നടപ്പാക്കി. ജനിച്ചപ്പോൾ മുതൽ മരണം വരെ ശരീരം ത്യജിക്കുന്നവരെ ഭഗവാൻ അനങ്ങാതിരുന്നിട്ടില്ല. അപ്പൊ ആ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ താത്വികമായ വശം മനസ്സിലാക്കണം. അത് താത്വികമായിട്ടുള്ള മനസ്സ് നിങ്ങൾ അതിലേക്ക് തന്നെ കംപ്ലീറ്റ് ആകർഷണം ഉണ്ടായിട്ട് നിങ്ങൾ ഭഗവാനെ പറ്റി പഠിക്കാനും അത് മനസ്സിലാക്കാനും ശ്രമിച്ച ഒരു പകുതി കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ജന്മവും കർമ്മവും ഒക്കെ നിങ്ങൾ അറിയാൻ തുടങ്ങും. ശരിക്കും ശ്രദ്ധയോടെ പഠിച്ചാൽ അതാണ് അറിയാം, മനസ്സിലാക്കുക എന്ന് പറയുന്നത്. മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കർമ്മബന്ധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി അത് പഠിക്കുകയും അതേപ്പറ്റി അറിയാൻ തുടങ്ങുന്നതനുസരിച്ച് നിങ്ങളത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഭഗവാനോട് താതാത്മ്യത്തിലെ ദേവാൻ ഭാവേ താൻ ഏനത ദേവഭാവേന്ദുവാഹ എന്നുള്ള ആ ഭാവത്തിലേക്ക് തന്നെ എത്തും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളൊക്കെ അനുഭവത്തിലൂടെ കർമ്മബന്ധനങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ സാധിക്കാൻ തുടങ്ങും. എന്തൊക്കെ ഉണ്ടെങ്കിലും വേണ്ട ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ സാധിക്കാൻ തുടങ്ങും. പിന്നെ അതിൽ വിരക്തി തന്നെ ഉണ്ടാകാൻ തുടങ്ങും. കുറേശ്ശെ ആയിട്ട് വിരക്തി ഉണ്ടാകുന്നതനുസരിച്ചുകൊണ്ട് അവിടെ കർമ്മം ശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ കർമ്മബന്ധനം എന്ന പ്രാരാബ്ധം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ നിങ്ങൾ അതിനായിട്ട് മസിൽ പിടിച്ച് നടക്കുമൊന്നും വേണ്ട, തന്നെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകാൻ തുടങ്ങും. ശുദ്ധീകരണം നടക്കും, കർമ്മത്തെ ശുദ്ധീകരണം നടക്കും, പവിത്രത വരും. ഇങ്ങനെ അതിനുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യും. നാമം ജപിക്കുക ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ആ സജ്ജനങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് തിരിയും. അതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നുള്ളത് അറിവ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. നിങ്ങൾക്ക് സ്വയം കിട്ടുന്നില്ലേ, ആരെങ്കിലും നിയോഗിക്കപ്പെട്ട് നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരാൻ ആൾ വരും. ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഭഗവാനെ പറ്റി ശരിക്കും അങ്ങോട്ട് പഠിക്കാൻ തീരുമാനിച്ചാൽ
അപ്പൊ തന്നെ ശുദ്ധീകരിക്കുന്നത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ പുനർജന്മം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ ഉയർത്തപ്പെടും. അതാണ് കൃഷ്ണനെ തന്നെ നനച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യത. പിന്നെ തന്മയീഭാവം 24 മണിക്കൂറും ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിസ്സംഗഭാവത്തിൽ നിങ്ങൾ ഏത് കർമ്മം ചെയ്താലും ഒക്കെ അപ്പൊ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുക എന്നല്ല. നിങ്ങൾക്ക് പ്രാരാബ്ധത്തിൽ കർമ്മത്തെ ശുദ്ധി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ചെയ്യുക, ഭഗവാൻ ആയിക്കൊണ്ടുള്ള സമർപ്പണമായിട്ട് ചെയ്യുക. അപ്പോഴാണ് കർമ്മത്തിന്റെ ശുദ്ധി വരും. അതിൽ നിന്ന് ഒന്നും ഒന്നും ഫലേച്ഛയോടുകൂടി ചെയ്യരുത്. ഞാൻ എന്ന ഭാവത്തിൽ ചെയ്യരുത്, ഇതെൻ്റേതാണെന്നുള്ള ഭാവത്തിൽ ചെയ്യരുത്. അങ്ങനെ എല്ലാ കാര്യവും പൂർണ്ണമായിട്ട് ഭഗവാന് ശരീരമടക്കം സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഈശ്വരാർപ്പണമായിട്ട് മാറുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ, ബാക്കി പ്രാരാബ്ധങ്ങളൊക്കെ തന്നെ നിങ്ങൾ ബലം പിടിച്ചിട്ടൊന്നും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട, തന്നെ അതൊക്കെ ഇല്ലാതെ വരും. അതിൽ വിരക്തി ഉണ്ടാവും. പിന്നെ കണ്ടതിൻ്റെ കേട്ടതിൻ്റെ പിന്നാലെ ഓട്ടം ചാട്ടവും ഒക്കെ നിർത്തും. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കും. ഭൗതിക വസ്തുക്കളിലുള്ള വിരക്തി ഉണ്ടാക്കും. അതിൻ്റെ ഒന്നും പിന്നാലെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കും. വികാര വിചാരങ്ങൾക്ക് അടിമയാകാതിരിക്കും. ഇതൊക്കെയാണ് കർമ്മബന്ധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ശുദ്ധീകരണം. എവിടെ ചെന്നാലും നമ്മൾ ഒക്കെ എൻ്റേതായിട്ടൊന്നും കണക്കാക്കാതിരിക്കും, എല്ലാം ഭഗവാന്റേതായിട്ട് കണക്കാക്കാം. ശരീരം അടക്കം നമുക്ക് ഭഗവാൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ധർമ്മക്ഷേത്രമാകുന്ന ഒരു ഉപകരണം നൽകിയിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്ഥിതിയിൽ നമുക്ക് വർത്തിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കർമ്മത്തിൽ ശുദ്ധീകരണം തന്നെ നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല, എൻ്റെ ദിവ്യമായ ജന്മവും കർമ്മവും ഇപ്രകാരം താത്വികമായിട്ട് ആരറിയുന്നുവോ അവൻ ശരീരത്തെ ത്യജിച്ചിട്ട് പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല, അവൻ എന്നെ തന്നെ പ്രാപിക്കും. ഇതാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ ഒരു ഭഗവാന്റെ ജന്മവും കർമ്മവും ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ നിശ്ചയിച്ച് അതിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ പിന്നെ ശുദ്ധി. ഒരു ചോട് വെച്ചാൽ 4 ചോട് ഭഗവാൻ പറ്റും. അതാണ്. അല്ലാതെ നമുക്ക് ഇത് പുനർജന്മം ഉണ്ടാകാതിരിക്കാൻ പേടിച്ചിട്ട് മസിൽ പിടിച്ച് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. എപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് പ്രകൃതിയാ തന്നെയാണല്ലോ ഇതുവരെയൊക്കെ പരിണാമങ്ങൾക്ക് വിധേയത. അപ്പോൾ എന്താണ് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചോട്ടെ, അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുക. നല്ലതും ചീത്തയൊക്കെ സംഭവിച്ചെന്നിരിക്കും. നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പലതും കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അവിടെയൊക്കെ സ്മരണ ഈശ്വരനെ വിടാതെ, കൃഷ്ണനെ വിടാതെ പിടിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ജന്മവും കർമ്മവും മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ കർമ്മത്തിന്റെ വ്യവസ്ഥിതി മനസ്സിലാക്കിയിട്ട് അതേപോലെ ശുദ്ധീകരണം നമുക്ക് ഞാൻ എൻ്റേത് ഞാൻ എന്നുള്ള ഭാവമൊക്കെ വിട്ടിട്ട് യജ്ഞഭാവനയിൽ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. അതൊക്കെ ഭക്തിയുത സേവനമായിട്ട് മാറണം. മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ സുഖം അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. നിവൃത്തിയുള്ളിടത്തോളം ആരെ ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. പറ്റുന്ന അത്രയും അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പൊ തന്നെ കർമ്മം ശുദ്ധീകരിക്കപ്പെടും. ശുദ്ധീകരിക്കപ്പെട്ട കർമ്മബന്ധനമൊന്നും ഇല്ലാതെയായി കഴിഞ്ഞാലോ നിങ്ങൾ ശരീരം ത്യജിച്ചാൽ പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോകും. വേറെ എങ്ങോട്ടും ഒരു വഴിക്കും പോകേണ്ട ആവശ്യമില്ല. അതാണ് പുനർജന്മം ഇല്ലാതെ വരിക എന്ന് പറയുന്നത്. അതിന് ഭഗവാന്റെ ദിവ്യമായ ജന്മവും കർമ്മാരും ഇപ്രകാരം താത്വികമായിട്ട് അറിയും. ഇപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മബന്ധനം ഉണ്ടാകാത്ത വിധത്തിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യാമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് കൃത്യമായിട്ട് ദേഹം ത്യജിച്ചാൽ അവൻ മരിച്ചിട്ട് പിന്നെ പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല എന്ന് മാത്രമല്ല അവൻ എന്നെ പ്രാപിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. വീതരാഗ ഭയക്രോധ മന്മയാ മാമോപാസത. അതിനെന്താണ് മാർഗം? ബഹവോ ജ്ഞാന തപസ്സാഭൂത മത്ഭാവമാകത. വീതരാഗ ഭയക്രോധ, രാഗം ഭയം ക്രോധം ഇവയില്ലാത്തവരായിട്ട് മന്മയാ മാം ഉപാസത, എന്നിൽ തന്മയരായിക്കൊണ്ട് എന്നെ തന്നെ ആശ്രയിച്ച് ജ്ഞാനതപസ്സ, ജ്ഞാനമാകുന്ന തപസ്സാൽ ഭൂത ബഹുവ, ജ്ഞാനം ആകുന്ന തപസ്സുകൊണ്ട് പരിശുദ്ധരായിക്കൊണ്ട് അനേകം പേർ മൽഭാവം ആകത, എൻ്റെ ഭാവത്തെ ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
ഇത് വെറുതെ ഭഗവാൻ പറയല്ല, ഇത് ശരിക്കും സാക്ഷാത്കരിച്ചവരും ഭാരതവർഷത്തിലുണ്ടെന്നും കൂടെ സൂചിപ്പിക്കുന്നു. അതിന് രാഗം, ഭയം, ക്രോധം എന്നിവ ഇല്ലാത്തവരായിക്കൊണ്ട് എന്നിൽ ലീനമായ ചിത്തത്തോടെ എന്നെ തന്നെ ആശ്രയിച്ച് അനേകം പേർ ജ്ഞാനതപസ്സിനാൽ ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചിട്ടുണ്ട്. ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം ഇവിടെ വ്യക്തമാക്കുന്നു. ഇതാണ് നിങ്ങൾ ആ മാർഗത്തെ കണ്ടെത്തി എപ്പോൾ വേണേലും എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞത് ഭഗവാൻ. അപ്പം അത് ആ ഒരു മാർഗമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. രാഗം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, ഭൗതിക വസ്തുക്കളിലുള്ള ആഗ്രഹങ്ങൾ, തീർത്താ തീരാത്ത ആഗ്രഹങ്ങൾ. ഭയം, ആ ഒന്നിനോടും ഭയമില്ലാത്ത നിർഭയത്വം. പിന്നെ ഈ രാഗദ്വേഷങ്ങൾ ഉണ്ടായാൽ അത് സാധിക്കാതെ വന്നാൽ ക്രോധം ഉണ്ടാവും. അപ്പോൾ ഇവ മൂന്നും ഉണ്ടാകരുത്. നമ്മളെ ബന്ധനത്തിൽപ്പെടുന്ന നരകത്തിലേക്ക് നയിക്കുന്ന 3 വാതിലുകളാണ് രാഗം, ഭയം, ക്രോധം. അതാണ് കാമക്രോധ ലോഭം എന്ന് ഇനി വരുന്ന അധ്യായത്തിലും ദൈവ ആസുര സമ്പദ് വിഭാഗയോഗം പറയുമ്പോഴും പറയുന്നുണ്ട് നരകത്തിലേക്കുള്ള 3 വാതിലുകൾ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ഇല്ലാത്തവരായിക്കൊണ്ട് ഭഗവാനിൽ ലീനമായ മനസ്സുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. ഈ പറയുന്ന രാഗദ്വേഷ ഭയം ഇതൊന്നും ബാധിക്കാതെ ഈശ്വരീയ ഗുണങ്ങൾ പ്രകടമാകുന്ന അർത്ഥം. അപ്പം പിന്നെ ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ചിന്താവാക്ക് പ്രവൃത്തി എല്ലാം ഭഗവാനായിക്കൊണ്ട് ആ ഭാവനയിൽ ചെയ്താൽ, അതൊരു തപസ്സായി സ്വീകരിച്ചാൽ അത് ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗത്തെ തുറന്നു കിട്ടും എന്ന് പറയുന്നു. ഇതാണ് 10 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് കടന്നത്. അപ്പോൾ ഈ 10 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ജ്ഞാനകർമ്മ സന്യാസ യോഗ ശ്രീ ഭഗവാനുവാച ഇമം വ്യവസിതേ യോഗം പ്രോക്തവാനഘമവ്യം വ്യവസാൻ മനവേ പ്രാഖം അനുരക്ഷാഗവേ അബ്രവീത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജക്ഷയോപിതും സാ കാലേന മഗതാ യോഗോ നഷ്ടപരന്തപ സ ഏവായം മയാ തേത്യ യോഗ പ്രോക്തപുരാതന ഭക്തോ അസിമേം സഖാ ചേതി രഹസ്യം ഏതുദുത്തമം. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വ്യവസിത കഥമേതദ് വിജാനീയാം തോ മാധവ് പ്രോക്തവാനിതി. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തപദാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ അജോ അഭിസന്യവയാത്മാ ഭൂതാനാം ഈശ്വരോ അഭിസൻ പ്രകൃതിം സ്വം അധിഷ്ഠായ സംഭവാമ്യാത്മമായ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ജന്മ കർമ്മജമേ ദിവ്യം ഏവം യോപേത്തി തത്വത തിക്വാ ദേഹം പുനർജന്മ നൈതി മാം ഏതിസോ അർജുന. പീതരാഘ ഭയക്രോധ മന്മയാ മാം ഉപാസൃതഃ ബഹവോ ജ്ഞാനതപസ ഭൂതാം അൽഭാവം ആഗത. ഇതാണ് 10 ശ്ലോകങ്ങൾ. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കാം. കണ്ണുകൾ അടയ്ക്കുക. ചിന്മുദ്രയിൽ ആജ്ഞാചക്രത്തിൽ ഭ്രൂമധ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഒരു 5 പ്രാവശ്യം ശ്വാസം എടുത്തു വിടുക. എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നിശ്വാസവായുവിനെ വിടാൻ ശ്രമിക്കുക. കൈകൾ തൊഴുതു പിടിക്കാം. പഞ്ചപ്രണവം. ഓം
മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും പുറകോട്ട് ഇട്ടുക. തല കുമ്പിട്ട് ഗുരുപ്രണാമം. ഓം കാർപ്പണ്യഘോഷോപഗത സ്വഭാവക വൃക്ഷാമിത്താൻ ധർമ്മസമൂഢചേതക ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്യേഹം ശാതിമാന്താം പ്രപന്നം. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മ. മുഖവും ശരീരവും തലോടിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. ഹരി ഓം.